Good morning. Good morning, ma'am. Good morning, Miss. Good morning, Miss. Okay, കഴിഞ്ഞ ക്ലാസ്സില് വാഹിദ മിസ് ജോബ് റീഡിസൈൻ വരെയല്ലേ നിർത്തിയിരിക്കുന്നത്. ഓക്കെ, ഫിസിക്കൽ ആൻഡ് ഇന്റലക്ച്വൽ ക്വാളിറ്റീസ് ആണ് ഇനി സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ. ഓക്കെ, ശരി. ഓക്കെ, അപ്പൊ ഫിസിക്കൽ ആൻഡ് ഇന്റലക്ച്വൽ ക്വാളിറ്റീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ, എബിലിറ്റി, സ്കിൽസ്, കോമ്പിറ്റൻസി മുതലായിട്ടുള്ള കുറച്ച് കാര്യം. ഓക്കെ, അപ്പൊ കഴിഞ്ഞ ദിവസം എടുത്തതൊക്കെ ഒന്ന് വായിച്ചു നോക്കിയായിരുന്നോ? ക്ലിയർ ആണോ? ഓക്കെ, ഓക്കെ, ശരി. അപ്പൊ ഫിസിക്കൽ ആൻഡ് ഇന്റലക്ച്വൽ ക്വാളിറ്റീസില് physical differences are among individuals are the most visible of all differences. അല്ലെ, നമുക്ക് ഒരാള് അല്ലെങ്കിൽ മറ്റൊരാളുകൾ തമ്മിൽ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസ് തമ്മിലുള്ള ഒരു വ്യത്യാസം നമുക്ക് പ്രത്യക്ഷത്തിൽ അല്ലെങ്കിൽ പെട്ടെന്ന് വിസിബിൾ ആവുന്നത് എന്തിലൂടെയാണ്? ഫിസിക്കൽ ഡിഫറൻസ് വരുമ്പോഴാണ് അല്ലെ. ഒരു രണ്ട് പേര് എടുത്താല് ആ രണ്ട് പേര് തമ്മില് എത്രത്തോളം ശാരീരികമായിട്ടുള്ള ഫിസിക്കൽ വ്യത്യാസങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും അല്ലെ. അതേസമയം ആ രണ്ട് പേര് തമ്മിൽ അവരുടെ ഇന്റലക്ച്വൽ കപ്പാസിറ്റിയിൽ എത്രത്തോളം വ്യത്യാസം നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇല്ല അല്ലെ. അതാണ് ഫിസിക്കൽ ആൻഡ് ഇന്റലക്ച്വൽ ക്വാളിറ്റിയില് ഫിസിക്കൽ ക്വാളിറ്റി അല്ലെങ്കിൽ ഫിസിക്കൽ ഡിഫറൻസുകളാണ് എപ്പോഴും നമുക്ക് ആളുകളുടെ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസിനിടയിലുള്ള ഫിസിക്കൽ ഡിഫറൻസുകൾ മോസ്റ്റ് വിസിബിൾ ആണ്. നമുക്ക് കുറച്ചും കൂടി സുതാര്യമാണ്, നമുക്ക് കുറച്ചും കൂടി മനസ്സിലാക്കാൻ എളുപ്പമുള്ള ഡിഫറൻസുകളാണ്. ഒരു വ്യക്തി രണ്ട് വ്യക്തികൾ എടുത്താൽ അവർ തമ്മിൽ എന്തൊക്കെ ഫിസിക്കൽ ഡിഫറൻസുകളുണ്ട്, ശാരീരികപരമായിട്ട് എന്തൊക്കെ വ്യത്യാസങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും. എളുപ്പത്തിൽ നമുക്ക് പറയാം. അതിൽ കൂടുതലായിട്ട് നമുക്ക് കുറെ പരീക്ഷണങ്ങളോ അല്ലെങ്കിൽ നിരീക്ഷണങ്ങളോ ഒന്നും നടത്തേണ്ട കാര്യമില്ല. പെട്ടെന്ന് നമുക്ക് കുറെ കാര്യങ്ങൾ പറയാൻ പറ്റും. പക്ഷെ അതേസമയം അവര് തമ്മിൽ അവരുടെ ഇന്റലക്ച്വൽ കപ്പാസിറ്റിയിലുള്ള വ്യത്യാസം എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് ഒരു വ്യക്തിയെ നോക്കിയിട്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല അല്ലെ. അപ്പൊ അതിനനുസരിച്ച് കുറെ അധികം ടെസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ ചെയ്ത് അതിന്റെ റിസൾട്ടിൽ നിന്നായിരിക്കണം നമുക്ക് അത് പറയാൻ പറ്റുള്ളൂ അല്ലെ. അവർ തമ്മിൽ എത്രത്തോളം ഇന്റലക്ച്വൽ ഡിഫറൻസുകളുണ്ട് എന്ന് പറയാൻ പറ്റുന്നത്. ആൻഡ് ദേ ആർ ഓൾസോ റിലേറ്റീവ്ലി ഈസി ടു അക്സസ്. ഇപ്പൊ നമുക്കൊരു ഫിസിക്കൽ ഡിഫറൻസ് എന്ന് പറയുന്നത് എളുപ്പത്തിൽ നമുക്ക് വിലയിരുത്താൻ പറ്റുന്ന ഒരു കാര്യമാണ് അല്ലെ. ഈസി ടു അക്സസ് ആണ്, നമുക്ക് എളുപ്പത്തിൽ വിലയിരുത്താനായിട്ട് സാധിക്കും. ആൻഡ് ഇന്റലക്ച്വൽ ഡിഫറൻസസ് ആർ somewhat more difficult to discern, but they too can be assessed by fairly objective means. അപ്പൊ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു ഇന്റലക്ച്വൽ ഡിഫറൻസ് ആണ്. അങ്ങനെ ഒരു ഇന്റലക്ച്വൽ ഡിഫറൻസ് ആണ് എങ്കിൽ നമുക്കത് എന്താണ് മനസ്സിലാക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലെ. മറ്റു കാര്യങ്ങളെ അപേക്ഷിച്ച് അല്ലെങ്കിൽ മറ്റുള്ളതിനെ യൂസ് ചെയ്ത് നമ്മളൊരു ഫിസിക്കൽ ഡിഫറൻസിനെ വെച്ച് നോക്കുമ്പോ അത് എന്താണ് നമുക്കൊന്ന് വിലയിരുത്താനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് ഇന്റലക്ച്വൽ ഡിഫറൻസ് ആണെങ്കിൽ. ബട്ട് they too can be assessed by fairly objective means. പലതരത്തിലുള്ള ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ നമുക്ക് ഒബ്ജക്റ്റീവ്സ് ഉപയോഗിച്ചുകൊണ്ട് പലതരത്തിലുള്ള മെത്തേഡും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് രണ്ടും എന്ത് ചെയ്യാം, വിലയിരുത്താം അല്ലെ. രണ്ടും വിലയിരുത്താൻ പറ്റും. പക്ഷെ പെട്ടെന്ന് നമുക്ക് അസസ് ചെയ്യാൻ പറ്റുന്നത് ഫിസിക്കൽ ഡിഫറൻസുകളാണ്. ഇന്റലക്ച്വൽ ഡിഫറൻസ് ആവുമ്പോൾ നമുക്ക് കുറച്ചധികം മെത്തേഡുകളിലൂടെയും കുറേയധികം നിരീക്ഷണങ്ങളിലൂടെയും കുറേയധികം ടെസ്റ്റുകളിലൂടെയൊക്കെ ആയിരിക്കും അവര് തമ്മിലുള്ള ഇന്റലക്ച്വൽ ഡിഫറൻസുകൾ എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുക. അപ്പൊ ഈ പറയുന്ന ഓരോ വ്യക്തികൾക്കും അവർക്ക് കുറെ എബിലിറ്റീസ് ഉണ്ട്, കുറെ സ്കില്ലുകളുണ്ട്, കുറെ കോമ്പിറ്റൻസീസ് ഓഫ് എംപ്ലോയീസ് ആർ ബോത്ത് ഫിസിക്കൽ ആൻഡ് ഇന്റലക്ച്വൽ ക്വാളിറ്റി. അപ്പൊ ഒരു വ്യക്തിയെ എടുക്കുമ്പോൾ അവർക്ക് ഒരുപാട് എബിലിറ്റീസ് ഉണ്ട്. അപ്പൊ ശാരീരികമായിട്ടും എന്താണ് ബുദ്ധിപരമായിട്ടും അവർക്ക് ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ടാവും അല്ലെ. ഒരു വ്യക്തിക്ക് എല്ലാ രീതിയിലുമുള്ള ക്വാളിറ്റി അല്ലെങ്കിൽ പോലും അവർക്ക് ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള കുറെ അധികം എബിലിറ്റീസ്, സ്കിൽസ്, കോമ്പിറ്റൻസി ഒക്കെ അവർക്ക് ഉണ്ടായിരുന്നു അല്ലെ. അതിപ്പോ ശാരീരികമായിട്ടായിക്കോട്ടെ അതുപോലെ ബുദ്ധിപരമായിട്ടുള്ള കഴിവുകളും അല്ലെങ്കിൽ ക്വാളിറ്റീസും ഓരോ എംപ്ലോയീസിനും ഉണ്ടായിരിക്കും അല്ലെ. ഒരു സ്ഥാപനത്തിലോ ഒരു എംപ്ലോയിയെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോ അല്ലെങ്കിൽ ഒരു എംപ്ലോയിക്ക് നമ്മൾ ഒരു ടാസ്ക് കൊടുക്കുമ്പോ ഈ പറയുന്ന എബിലിറ്റിയും സ്കില്ലും കോമ്പിറ്റൻസിയും ഒക്കെ അവർക്ക് ഉണ്ടായിരിക്കണം
വേണ്ടേ? അല്ലാതെ നമ്മൾ ഉദ്ദേശിച്ച ഫിസിക്കൽ പരമായിട്ടുള്ള ഒരു കാര്യം അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ള ആ ഒരു ടാസ്ക് ചെയ്യാനായിട്ട് അവർക്ക് ശരിയായ രീതിയിലുള്ള കഴിവുകളോ ശരിയായ രീതിയിലുള്ള ഒരു ഇന്റലക്ച്വൽ ക്വാളിറ്റിയോ ഇല്ല എങ്കിൽ ആ ഒരു ടാസ്ക് അവർക്ക് കൊടുത്തത് കൊണ്ട് അവർക്ക് ചെയ്യാൻ പറ്റുമോ? അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു എംപ്ലോയി ഇവർ തിരഞ്ഞെടുക്കുന്ന സമയത്ത് തന്നെ ഇവരിത് പരിശോധിക്കുന്നുണ്ട്. ശരിയല്ലേ? എപ്പോഴാണ് അവരത് പരിശോധിക്കുന്ന സമയം? ഒരു എംപ്ലോയി നമ്മൾ തിരഞ്ഞെടുക്കുമ്പോ ആദ്യം എന്താ ചെയ്യുന്ന പ്രോസസ്സ്? ഇന്റർവ്യൂ ചെയ്യും അല്ലെ? അപ്പൊ അവരെ റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇന്റർവ്യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെ അവരെ സെലക്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് അവർ ഇതുപോലെ ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കും ഇല്ലേ? ചോദിക്കാറില്ലേ? ഇന്റർവ്യൂ ഒക്കെ ചെയ്യുമ്പോൾ ഇന്റർവ്യൂവേഴ്സ് ചോദിക്കും അല്ലെ? അപ്പൊ അതിലൂടെയൊക്കെ അവര് മനസ്സിലാക്കിയെടുക്കുന്നത് അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട ഓരോ ടാസ്കുകളും ചെയ്യാനായിട്ട് ഈ വന്നിരിക്കുന്ന വ്യക്തിക്ക് ഫിസിക്കൽ പരമായിട്ട് അവർക്ക് കഴിവുകളുണ്ടോ അല്ലെ? അതുപോലെ ഇന്റലക്ച്വൽ ക്വാളിറ്റീസ് അവർക്കുണ്ടോ? അവർക്ക് ആ ഒരു ജോലിക്ക് ആവശ്യമായ എബിലിറ്റി, സ്കില്ല്, കോമ്പിറ്റൻസി ഒക്കെ ആ വന്നിരിക്കുന്ന ഒരു വ്യക്തിക്കുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ് അവരത് സെലക്ട് ചെയ്യുന്നത് അല്ലെ? അല്ലാതെ ആ ഒരു ജോലിക്ക് അനുയോജ്യരല്ലാത്ത ഒരാളെയും അവർ സെലക്ട് ചെയ്യില്ല. അപ്പൊ അവരെപ്പോഴും സെലക്ട് ചെയ്യുന്നത് ഈ പറയുന്ന ക്വാളിറ്റിയുള്ള നല്ല കോമ്പിറ്റൻസിയുള്ള ആ ജോലിക്ക് ആപ്റ്റ് ആയിട്ടുള്ള ആളുകളെയാണ് അവർ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടു കാണും. ചിലപ്പോ പ്രത്യേകിച്ച് ഈ സെയിൽസ് മേഖലയില് മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ജോലി ചെയ്യുന്ന അവർക്ക് ഒരുപാട് ക്വാളിഫിക്കേഷൻ കൊണ്ട് വന്നിരിക്കുന്ന ആളുകളുണ്ടാവും ഇല്ലേ? എന്നാൽ പോലും ജോലി കിട്ടുന്നത് ഏറ്റവും കൂടുതൽ എങ്ങനെയുള്ള ആളുകൾക്കാണ്? നല്ല ക്വാളിഫിക്കേഷൻ ഇല്ലെങ്കിൽ കൂടി ആളുകളെ കയ്യിലെടുക്കാനും നന്നായിട്ട് സംസാരിക്കാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ആളുകളുടെ ആ ഒരു മൈൻഡ് മനസ്സിലാക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളുകളെയല്ലേ കൂടുതൽ സെലക്ട് ചെയ്യാം അല്ലെ? ഒരുപാട് ഞാൻ ഇന്ന പോലെ ഞാൻ ഡിഗ്രി എടുത്തു, അങ്ങനെ എടുത്തു, ഇങ്ങനെ എടുത്തു ഒരുപാട് സർട്ടിഫിക്കറ്റുമായിട്ട് വന്ന ആളുകളൊക്കെ ഉണ്ടാവും. പക്ഷെ അവരിൽ നിന്നും ഇവരെ സെലക്ട് ചെയ്യാനുള്ള കാരണം എന്താ? അവർക്ക് ഒരുപാട് ഒരുപാട് രീതിയിലുള്ള ക്വാളിഫിക്കേഷൻ എന്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ആ ഒരു ജോലിക്ക് ആ ക്വാളിഫിക്കേഷൻ അല്ല ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് അല്ലെ? ഒരു മിനിമം ക്വാളിഫിക്കേഷൻ വേണം, അത് ഏതൊരു ജോലിക്കും വേണം. എന്നാൽ പോലും ആ ഒരു ജോലിക്ക് കോമ്പറ്റീഷൻ, ആ ഒരു ജോലി നമുക്ക് നന്നായിട്ട് ചെയ്യണമെങ്കിൽ ഇതുപോലെയുള്ള കഴിവുകളാണ് വേണ്ടത് അല്ലെ? അത് എല്ലാവർക്കും ഉണ്ടാവുന്ന കഴിവല്ല, ശരിയല്ലേ? എല്ലാവർക്കും ചിലപ്പോൾ നമുക്ക് എല്ലാവർക്കും കഴിയുന്നില്ല എല്ലാവരോടും നന്നായിട്ട് സംസാരിക്കാനും അവരോട് കയ്യിലെടുക്കാനും അല്ലെ? എല്ലാവർക്കും കഴിയണമെന്നില്ല. അത് ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള ക്വാളിറ്റീസ് ആണ്. അപ്പൊ അങ്ങനെയുള്ള ക്വാളിറ്റിയുള്ള ആളുകളെയാണ് ആ ഒരു ജോലിക്ക് ആവശ്യം. അതുകൊണ്ട് അവർ എന്ത് ചെയ്യും? ആ ഇന്റർവ്യൂവേഴ്സ് അവരെ ആയിരിക്കും സെലക്ട് ചെയ്യുന്നത്. അപ്പൊ എപ്പോഴും നമുക്കൊന്ന് മനസ്സിലാക്കേണ്ട കാര്യം, ഒരിക്കലും ഒരു എംപ്ലോയി വെറുതെ അല്ല അവർ സെലക്ട് ചെയ്യുക. അവർ സെലക്ട് ചെയ്യുന്നത് അവരുടെ ജോലിക്ക് ഇവർ അനുയോജ്യരാണോ എന്നാദ്യം നോക്കും. ഇവർക്ക് ഒരു ടാസ്ക് കൊടുത്താൽ ഇവർക്ക് അത് എങ്ങനെ ചെയ്തു തീർക്കാൻ പറ്റുമോ? ശാരീരികമായിട്ടും അതുപോലെ തന്നെ മാനസികമായിട്ടും എല്ലാ രീതിയിലും അവർ നമ്മളെ വിലയിരുത്തും. അതിനനുസരിച്ചാണ് ഇവരെ സെലക്ട് ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു എംപ്ലോയിക്ക് വേണ്ട എബിലിറ്റി എന്താണ് സ്കില്ല്, എന്താണ് കോമ്പിറ്റൻസി, ഇത് മൂന്നും തമ്മിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അതാണ് ഇനി നമ്മൾ പഠിക്കുന്ന കാര്യം കേട്ടോ. ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ ഭാഗത്തില് ഫിസിക്കൽ ഡിഫറൻസുകളോ ഇന്റലക്ച്വൽ ഡിഫറൻസുകളുമാണ് നമ്മൾ പറയുന്നത്. ഫിസിക്കൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്ക് ഒരു ഇൻഡിവിജ്വൽസിനെ പെട്ടെന്ന് നമുക്ക് വിസിബിൾ ആവുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഫിസിക്കൽ ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അസസ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. എന്നാൽ ഇന്റലക്ച്വൽ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ അത് നമുക്ക് ഒരു വ്യക്തികളുടെ പെട്ടെന്ന് നമുക്ക് നോക്കി മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്, കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. എന്നാൽ പോലും ഇത് രണ്ടും നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള മെത്തേഡും ടെസ്റ്റുകളും ഒക്കെ ചെയ്താൽ നമുക്ക് രണ്ടും അസസ് ചെയ്യാൻ പറ്റും. പക്ഷെ രണ്ടിനെയും കമ്പയർ ചെയ്യുമ്പോൾ ഫിസിക്കൽ ആയിട്ടുള്ള ഡിഫറൻസുകളാണ് എളുപ്പത്തിൽ നമുക്ക് വിസിബിൾ ആയിട്ടുള്ളത് കൊണ്ട് തന്നെ എളുപ്പത്തിൽ മനസ്സിലാക്കാനും അല്ലെങ്കിൽ വിലയിരുത്താനും സാധിക്കുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഓരോ വ്യക്തിയുടെ ഒരു എംപ്ലോയിയുടെ എബിലിറ്റി, സ്കില്ല്, കോമ്പിറ്റൻസി അതുമായി ബന്ധപ്പെട്ട കുറച്ച് ഡിഫറൻസുകളാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ക്ലിയർ ആണോ? വേഗം ഒരു ഫസ്റ്റ് പാരഗ്രാഫ് വായിക്കാം, അതിന്റെ ശേഷം നമുക്ക് അടുത്ത ഭാഗത്ത് പോകാം.
വായിച്ചു കഴിയുന്നവരൊന്ന് റിപ്ലൈ ചെയ്യണേ. ഓക്കെ, നമ്മൾ പോവാം നെക്സ്റ്റിലേക്ക് കേട്ടോ. എബിലിറ്റി ഫസ്റ്റ് വൺ ആണ് എബിലിറ്റി. നമ്മൾ പറയാറുണ്ട് അല്ലെ, നമുക്കൊക്കെ കുറെ എബിലിറ്റീസ് ഉണ്ട്, കുറെ കഴിവുകളില്ലേ. അപ്പൊ എബിലിറ്റിയും സ്കില്ലും കോമ്പിറ്റൻസിയും അത് തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളാണുള്ളൂ. അത് എന്താണെന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. എബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? എബിലിറ്റീസ് refers to an individual's skill and to perform effectively in one or more areas of activity such as physical, mental or interpersonal work. ഒന്നണ്ടർലൈൻ ചെയ്തിട്ട് ആ സെന്റൻസ്. എബിലിറ്റി എന്ന് പറഞ്ഞാൽ refers to an individual's skills and to perform effectively in one or more areas of activity. അതായത് ശാരീരികമായിട്ടായിക്കോട്ടെ, മാനസികമായിക്കോട്ടെ, അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള നല്ല റിലേഷൻഷിപ്പിലൂടെ ഉള്ള വർക്ക് ആയിക്കോട്ടെ, അത് വൺ ഓർ മോർ ഏരിയാസ് ഓഫ് ആക്ടിവിറ്റി, ഒന്നോ അതിലധികമോ മേഖലകളില് ആ ഒരു ഇൻഡിവിജ്വലിന് ആ ഒരു ജോലി അല്ലെങ്കിൽ ആ ഒരു വർക്ക് വളരെ ഫലപ്രദമായിട്ട് പെർഫോം ചെയ്യാൻ അല്ലെങ്കിൽ പ്രകടനം നടത്താനുള്ള ഒരു കഴിവിനെയാണ് എബിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ എബിലിറ്റി ഇത്ര മാത്രമേ ഉള്ളൂ. ഫിസിക്കൽ ആയിക്കോട്ടെ, മെന്റൽ ആയോ, ശാരീരികമായിട്ടോ മാനസികമായിട്ടോ അല്ലെങ്കിൽ ഒരു ഇന്റർപേഴ്സണൽ ആയിട്ടുള്ള ഒരു വർക്ക് ചെയ്യുന്ന, അതായത് വൺ ഓർ മോർ ഏരിയാസ് ഓഫ് ആക്ടിവിറ്റി, ഒന്നോ അതിൽ കൂടുതലോ മേഖലകളിൽ ശാരീരികമായോ മാനസികമായിട്ടോ അതല്ലെങ്കിൽ ഇന്റർപേഴ്സണൽ രീതിയിലുള്ള ഒരു വർക്കോ അല്ലെങ്കിൽ ഒരു പ്രവർത്തനമോ ചെയ്യാനായിട്ട് എത്ര കാര്യക്ഷമമായിട്ട് ഒരു വ്യക്തിക്ക് സാധിക്കുന്നുണ്ട്, ആ സ്കില്ലിനെ അല്ലെങ്കിൽ ആ ഒരു കഴിവിനെയാണ് എബിലിറ്റി കൊണ്ട് സൂചിപ്പിക്കുന്നത്. And individuals with numerical ability, for example, ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ. എക്സാമ്പിൾ പറയുന്നത് വിത്ത് ന്യൂമറിക്കൽ എബിലിറ്റി, അതായത് ഡേറ്റാസും നമ്പേഴ്സും ഒക്കെ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന കഴിവ് ഒരു വ്യക്തിക്കുണ്ട് എന്ന് വിചാരിക്കാം. For example, can be trained to apply their ability in the field of engineering, accounting and computer science. അല്ലെ, എപ്പോഴും ഡേറ്റാസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക, ഡേറ്റാസ് നമ്പേഴ്സുമായി ബന്ധപ്പെട്ട കാര്യം ചെയ്യുക. അങ്ങനെയുള്ള ഒരു കഴിവുണ്ടെങ്കിൽ അവർക്ക് ശരിയായിട്ടുള്ള പരിശീലനങ്ങൾ ലഭിച്ചാൽ അപ്ലൈ ദെയർ എബിലിറ്റി, ഏത് മേഖലയിൽ അവരുടെ കഴിവ് അപ്ലൈ ചെയ്യാൻ പറ്റും? എഞ്ചിനീയറിംഗ് മേഖലകളില്, അക്കൗണ്ടിങ് മേഖലകളില്, കമ്പ്യൂട്ടർ സയൻസ് മേഖലയിലൊക്കെ അവർക്കൊരു ന്യൂമറിക്കൽ എബിലിറ്റി ഉള്ള ആളുകളാണെങ്കിൽ അവരുടെ സ്കില്ല് നല്ല രീതിയിൽ ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അവിടെ എന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ഒരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത്. എബിലിറ്റി ഡെവലപ്സ് ഫ്രം ആൻ ഇൻഡിവിജ്വൽസ് നാച്ചുറൽ ആപ്റ്റിറ്റ്യൂഡ്സ് ആൻഡ് സബ്സിക്വന്റ് ലേണിംഗ് ഓപ്പർച്യൂണിറ്റി. ഒരു എബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? എബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ സ്കില്ലാണ്, ഒരു വ്യക്തിയുടെ കഴിവാണ്. ആ ഒരു വ്യക്തിയുടെ കഴിവ് എന്തിനാ? ആൻഡ് പെർഫോം എഫക്റ്റീവ്ലി ഇൻ വൺ ഓർ മോർ ഏരിയാസ് ഓഫ് ആക്ടിവിറ്റി, ഒന്നോ അതിലധികമോ മേഖലകളിലെ എഫക്റ്റീവായിട്ട് വളരെ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്നതിന് അല്ലെങ്കിൽ പ്രകടനം കാഴ്ചവെക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വ്യക്തിയുടെ കഴിവിനെയാണ് നമ്മുടെ എബിലിറ്റി എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അതിപ്പോ ശാരീരികമായിട്ടാവാം, മാനസികമായിട്ടാവാം, അല്ലെങ്കിൽ ഇന്റർപേഴ്സണൽ രീതിയിലുള്ള ഒരു വർക്കോ അല്ലെങ്കിൽ ജോലിയോ ആവാം. ഇനി അതിനൊരു എക്സാമ്പിൾ ഏതാ നമ്മൾ പറഞ്ഞത്? ന്യൂമറിക്കൽ എബിലിറ്റി ഉള്ള ഒരു ഇൻഡിവിജ്വൽ, ഒരു ന്യൂമറിക്കൽ എബിലിറ്റി അതായത് ഡേറ്റാസും നമ്പേഴ്സും ഒക്കെ ഒരുമിച്ച് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവർക്ക് ശരിയായിട്ടുള്ള ട്രെയിനിങ് അല്ലെങ്കിൽ പരിശീലനങ്ങളിലൂടെ അവർക്ക് അവരുടെ എബിലിറ്റി അല്ലെങ്കിൽ ആ ഒരു കഴിവിനെ ഏത് മേഖലയിൽ അവർക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റും? എഞ്ചിനീയറിംഗ് മേഖലയില്, അക്കൗണ്ടിങ് മേഖലയില്, കമ്പ്യൂട്ടർ സയൻസ് മേഖലയിലോ അവരുടെ ആ ഒരു കഴിവ് പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കും. Then ability develops from an individual's aptitude, natural aptitude and subsequent learning opportunity എന്ന് പറയുന്നത്. എപ്പോഴും ഒരു എബിലിറ്റി ഡെവലപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ വികസിക്കുന്നത് എന്തിൽ നിന്നുമാണ്? ഒരു ഇൻഡിവിജ്വലിന്റെ നാച്ചുറൽ ആപ്റ്റിറ്റ്യൂഡ്, ഒരു ഇൻഡിവിജ്വലിന്റെ സ്വാഭാവികമായിട്ടുള്ളവരുടെ അഭിരുചികളിൽ നിന്ന്, ആൻഡ് സബ്സിക്വന്റ് ലേണിംഗ് ഓപ്പർച്യൂണിറ്റി, അതുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന തുടർ പഠനങ്ങളുമായി ബന്ധപ്പെട്ട ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ അവസരങ്ങളിൽ നിന്നുമാണ് ഒരു കഴിവ് വർദ്ധിക്കുന്നത്. എപ്പോഴും ഒരു എബിലിറ്റി എന്ന് പറഞ്ഞാൽ എപ്പോഴും അത് എന്തിൽ നിന്നാണ് ഉണ്ടാവുന്നത്? നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ആപ്റ്റിറ്റ്യൂഡ് അല്ലെ, നമുക്ക് നമ്മുടേതായ കുറെ അധികം അഭിരുചികളുണ്ട്, ശരിയല്ലേ? അതിലല്ലേ നമ്മുടെ കഴിവിരിക്കുന്നത്, ആണോ? അല്ലാതെ നമുക്ക് താല്പര്യമില്ലാത്തതിൽ നമുക്ക് എന്തെങ്കിലും കഴിവുണ്ടാകും അല്ലെ? അതിന് നമുക്ക് സ്വന്തമായിട്ട് നമ്മുടേതായ കുറെ അഭിരുചികളും ഇഷ്ടങ്ങളും ഉണ്ട് അല്ലെ? ആ മേഖലയിൽ നമുക്ക് എന്തുണ്ടാവും?
കഴിവുണ്ടാവും. ഇപ്പൊ മിസ് നേരത്തെ പറഞ്ഞ പോലെ എല്ലാവർക്കും നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിവുണ്ടാവണമെന്നില്ല, അല്ലെങ്കിൽ എല്ലാവർക്കും നല്ലൊരു മാത്തമാറ്റിക്കൽ സ്കില്ലോ കാര്യങ്ങളോ ഉണ്ടാവണമെന്നില്ല, അല്ലെ? പക്ഷെ അതിൽ താല്പര്യമുള്ളവർക്കായിരിക്കും അതിൽ കഴിവുണ്ടാവുക. ശരിയല്ലേ? നമുക്ക് ഓരോരുത്തർക്കും എന്താണോ താല്പര്യം, അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടങ്ങൾ, നമ്മുടെ സ്വന്തമായിട്ടുള്ള സ്വാഭാവികമായിട്ടുള്ള അഭിരുചികൾ എന്താണോ അതിൽ നിന്നുമാണ് നമ്മുടെ എബിലിറ്റി വരുന്നത്. ശരിയല്ലേ? ആ ഒരു എബിലിറ്റി എപ്പോഴും ഏതൊരു വ്യക്തി എടുത്തു നോക്കുക, അവർക്ക് താല്പര്യമുള്ള ഇടങ്ങളിൽ നിന്നായിരിക്കും ആ ഒരു എബിലിറ്റി ഉണ്ടാവുന്നത്. ആണോ? എല്ലാവർക്കും ചിലപ്പോ നന്നായിട്ട് ഡാൻസ് കളിക്കാനോ നന്നായിട്ട് പാട്ട് പാടാനോ ഒന്നും എല്ലാവർക്കും ഒരു കഴിവുണ്ടാവില്ല, അല്ലെ? ചില ആളുകൾക്ക് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു അവസരവും കഴിവും ഒക്കെ ഉണ്ടാവും ആ ഒരു മേഖലയിൽ, അല്ലെ? മറ്റുള്ള ആളുകൾക്കൊക്കെ നമുക്കിപ്പോ ഒരു പാട്ട് പാടാനോ അല്ലെങ്കിൽ ചില ആളുകൾക്ക് അതിന് താല്പര്യം ഉണ്ടാവില്ല, അപ്പൊ അവർക്ക് അതിലൊരു കഴിവേ ഇല്ല, അല്ലേ? പക്ഷെ ചില ആളുകൾ എങ്ങനെയാണ്, അവർ നന്നായിട്ട് പാട്ട് പാടും അല്ലെങ്കിൽ നന്നായിട്ട് ഡാൻസ് കളിക്കും. അപ്പൊ അവർക്ക് ആ ഒരു പ്രത്യേക മേഖലയിൽ അവരുടെ സ്വന്തം ഇഷ്ടമുള്ളത് കൊണ്ടാണ്, അല്ലേ? ഒരു ഇഷ്ടമില്ലാതെ ഒരാളോട് ഡാൻസ് കളിക്കാനോ പാട്ട് പാടാനോ പറഞ്ഞാൽ അവരത് ചെയ്യോ? ഇല്ല. അവരുടെ സ്വാഭാവികമായിട്ടുള്ള അഭിരുചിയിൽ നിന്നാണ് ആ ഒരു എബിലിറ്റി അവരിലേക്ക് വന്നിരിക്കുന്നത്. അത് തന്നെയാ പറയുന്നത്. അതിനുശേഷം അവർ എന്ത് ചെയ്യുന്നു, അതുമായി ബന്ധപ്പെട്ട തുടർ ലേണിംഗ്, അല്ലെ? തുടർ പഠനങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അവസരങ്ങൾ അവർക്ക് കിട്ടുന്നുണ്ട്. ശരിയല്ലേ? ഇപ്പൊ ഒരാൾ ജനിക്കുമ്പോ തന്നെ അവർ ഡാൻസറോ അല്ലെങ്കിൽ ഒരു സിംഗറോ ആയിട്ടല്ലല്ലോ ജനിക്കുന്നത്. അവർക്ക് അതിലൊരു അഭിരുചി ഉണ്ടാവും. അപ്പൊ അവർക്ക് അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണ്. ഡാൻസ് ആണെങ്കിൽ ഡാൻസ് പഠിക്കാനുള്ള ഒരു അവസരം, തുടർ പഠനത്തിനായിട്ടുള്ള ഒരു അവസരം കിട്ടുവാണ്. അല്ല എങ്കിൽ പാട്ടിലാണ് അവർക്ക് താല്പര്യമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു പഠനത്തിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ അവസരം കിട്ടുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കഴിവുകളുടെ എന്ത് ചെയ്യും, വർദ്ധിക്കും. ശരിയല്ലേ? അപ്പൊ അതുപോലെ തന്നെ എപ്പോഴും ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അഭിരുചിയിൽ നിന്നാണ് നമ്മുടെ എബിലിറ്റി ഡെവലപ്പ് ചെയ്യുന്നത്. ആൻഡ് ആപ്റ്റിറ്റ്യൂഡ്സ് ആർ റിലേറ്റീവ്ലി എൻഡ്യൂറിംഗ് കപ്പാസിറ്റി for performing some activity effectively. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട്, ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ആ റിലേറ്റീവ്ലി, നിങ്ങൾ ഓൾറെഡി ആപ്റ്റിറ്റ്യൂഡ് നേരത്തെ പഠിച്ചിട്ടില്ലേ ചാപ്റ്ററില്? പഠിച്ചോ? ഓക്കെ, പഠിച്ചിട്ടുണ്ടല്ലോ. ഓക്കെ. Then aptitude are relatively enduring capacity for performing some actively effective. എന്താണ് ഒരു കപ്പാസിറ്റി? എന്താണ് ഒരു വ്യക്തിയുടെ റിലേറ്റീവ് എൻഡ്യൂറിംഗ് കപ്പാസിറ്റി, അവരുടെ ഒരു കപ്പാസിറ്റി അല്ലെങ്കിൽ കഴിവ് ഫോർ പെർഫോമിംഗ് സം ആക്ടിവിറ്റി എഫക്റ്റീവ്ലി, ഒരു ആക്ടിവിറ്റി നന്നായിട്ട് വളരെ കാര്യക്ഷമമായിട്ട് പെർഫോം ചെയ്യാൻ അല്ലെങ്കിൽ പ്രകടനം കാഴ്ചവെക്കുന്നതിന് വേണ്ടി ഉണ്ടാവുന്ന ഒരു ഇൻഡിവിജ്വലിന്റെ കപ്പാസിറ്റി അല്ലെങ്കിൽ ഒരു കഴിവ് തന്നെയാണ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അത് വളരെ കാര്യക്ഷമമായിട്ട് അവർക്ക് അത് ചെയ്യാനായിട്ട് സാധിക്കും. ലേണിംഗ് ഓപ്പർച്യൂണിറ്റി ട്രാൻസ്ലേറ്റ്. ഇനി അടുത്തതായിട്ട് പറയുന്നത് ആപ്റ്റിറ്റ്യൂഡ്സ് ഇൻടു എബിലിറ്റീസ് ത്രൂ പ്രാക്ടീസ് ആൻഡ് എക്സ്പീരിയൻസ് ആൻഡ് ഫോർമൽ ട്രെയിനിങ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു ആപ്റ്റിറ്റ്യൂഡ് ആദ്യം അവരുടെ ഉള്ളിൽ ഉണ്ടാവണം, അല്ലെ? ഒരു സ്വന്തമായിട്ട് നമ്മളൊരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു അഭിരുചി അവരുടെ മനസ്സിൽ അല്ലെങ്കിൽ അവർക്ക് ഉണ്ടാവും. ഏതൊരു വ്യക്തിക്കും നമ്മൾ നേരത്തെ ഡാൻസിന്റെയും പാട്ടിന്റെയും കാര്യം പറഞ്ഞ പോലെ തന്നെ അങ്ങനെ ഒരു അഭിരുചി ഉണ്ടാവുമ്പോൾ അതിൽ നിന്നാണ് അവരുടെ എബിലിറ്റി വരുന്നത്, അല്ലെ? നമ്മൾ നേരത്തെ പറഞ്ഞു എബിലിറ്റി വരുന്നത് അതിൽ നിന്നുമാണ്. ആ എബിലിറ്റി എങ്ങനെയാണ് വരുന്നത്? ത്രൂ പ്രാക്ടീസ് ആൻഡ് എക്സ്പീരിയൻസ് ആൻഡ് ഫോർമൽ ട്രെയിനിങ്, അല്ലെ? ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആരും ഒരു പാട്ടുകാരനോ അല്ലെങ്കിൽ ഡാൻസുകാരിയോ ആയിട്ട് ജനിക്കുന്നില്ല, മറിച്ച് അവർക്ക് അതിനൊരു അഭിരുചിയുണ്ട്. അവർ നിരന്തരമായിട്ടുള്ള പ്രാക്ടീസിലൂടെ, അവർക്ക് കിട്ടുന്ന എക്സ്പീരിയൻസിലൂടെ, ഫോർമൽ ആയിട്ടുള്ള പരിശീലനങ്ങളിലൂടെയാണ് അത് അവരുടെ കഴിവായി മാറുന്നത്. മനസ്സിലായോ? പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഒരു ആപ്റ്റിറ്റ്യൂഡിൽ നിന്നുമാണ് എന്തിലേക്ക് വരുന്നത്? എബിലിറ്റി ആയിട്ട് അത് അവരുടെ മാറുന്നത്. മനസ്സിലായോ? Then organization have to ensure that people possess the necessary abilities to engage in their behavior required for effective performance. ഇനി എന്താണ് അടുത്തത് പറയുന്നത്? Organization have to ensure. അപ്പൊ എപ്പോഴും ഒരു ഓർഗനൈസേഷൻ ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യമാണ് ensure that people possess the necessary abilities to engage in the behaviors required for effective performance. അതായത് ആ ഓർഗനൈസേഷൻ ആവശ്യമായിട്ടുള്ള കാര്യക്ഷമമായിട്ടുള്ള പെർഫോമൻസ് അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു ബിഹേവിയർ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു പെരുമാറ്റം അല്ലെങ്കിൽ ഇടപെടലുകൾ അവര് നടത്തുന്നതിനുള്ള ഒരു കഴിവ് ആർക്കുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. ആർക്കുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം ഓർഗനൈസേഷൻ? ആർക്കുണ്ടോ എന്ന് ഉറപ്പുവരുത്തണ്ടേ?
മറ്റുള്ള ആളുകൾക്ക് ഉണ്ടോ എന്നാണ് ഉറപ്പ്. എംപ്ലോയീസിന് അല്ലെ, അപ്പൊ എംപ്ലോയീസിന് അതിനുള്ള കഴിവുണ്ടോ എന്ന് ആര് ഉറപ്പ് വരുത്തണം? ഓർഗനൈസേഷൻ ഉറപ്പ് വരുത്തണം അല്ലെ. അതിനു വേണ്ടിയിട്ട് ദിസ് ക്യാൻ ബി അച്ചീവ്ഡ് either by careful selection of people or by a combination of selection and training. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ ഉറപ്പ് വരുത്താൻ പറ്റും? എങ്ങനെ ഉറപ്പ്? നേരത്തെ മിസ് പറഞ്ഞിരുന്നു അല്ലെ, നമ്മൾ സെലക്ഷൻ പ്രോസസ്സിൽ വെച്ച് ഇത് ഉറപ്പ് വരുത്തണം അല്ലെ. അവരെ സെലക്ട് ചെയ്തിട്ട് അവർ അപ്പോയിന്റ്മെന്റ് ചെയ്തിട്ട് നമുക്ക് ഇത് ടെസ്റ്റ് ചെയ്തിട്ട് കാര്യമുണ്ടോ? ഇല്ല അല്ലെ. അവരെ സെലക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ പറയുന്ന രീതിയിൽ ആ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള പെർഫോമൻസ് ഇവർക്ക് ചെയ്യാൻ സാധിക്കുമോ? ആ സ്ഥാപനത്തിന് അനുയോജ്യമായിട്ടുള്ള ഒരു പെരുമാറ്റം അല്ലെങ്കിൽ ഇടപെടുതൽ ഈ പറയുന്ന എംപ്ലോയിക്ക് ചെയ്യാൻ സാധിക്കുമോ എന്ന് ആദ്യമേ തന്നെ ഒരു സെലക്ഷൻ നടത്തുന്ന സമയത്ത് തന്നെ നമ്മൾ കെയർഫുൾ ആയിട്ട് വേണം ഓരോരുത്തരെയും സെലക്ട് ചെയ്യാനായിട്ട്. അല്ല എങ്കിൽ സെലക്ഷൻ സമയത്ത് നമ്മൾ ചിലപ്പോൾ എല്ലാവർക്കും കഴിവുണ്ടായേക്കാം, പക്ഷെ നന്നായിട്ട് എഫക്റ്റീവായിട്ട് ചിലപ്പോൾ പെർഫോം ചെയ്യാനായിട്ടുള്ള ഒരു മടിയോ അല്ലെങ്കിൽ ചിലപ്പോൾ അതിനനുസരിച്ചുള്ള നോളജോ കുറവുണ്ടാവാം. അപ്പൊ ഇവർ എന്ത് ചെയ്യും? ഇപ്പൊ ആ ഉള്ളതിൽ നിന്ന് മികച്ച ആളുകളെ സെലക്ട് ചെയ്യും. അതിനുശേഷം നമ്മൾ എന്ത് കൊടുക്കും? പരിശീലനങ്ങൾ കൊടുക്കും അല്ലെ. ഈ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ടാസ്ക് ചെയ്യാൻ അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള ഒരു കഴിവ് വർദ്ധിപ്പിക്കാനായിട്ട് അവർക്ക് പരിശീലനങ്ങൾ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ആ ഒരു നോളജും കാര്യങ്ങളൊക്കെ അവരുടെ എബിലിറ്റി അതിൽ വർദ്ധിച്ചോളും. അപ്പൊ രണ്ട് കാര്യങ്ങളാണ് ഒരു ഓർഗനൈസേഷന് ചെയ്യാൻ പറ്റുന്നത്. അവരെ സെലക്ട് ചെയ്യുമ്പോൾ കെയർഫുൾ ആയിട്ടുള്ള സെലക്ഷൻ ആയിരിക്കണം നടത്തേണ്ടത്. രണ്ടാമത്തെ കാര്യം, കൃത്യമായിട്ടുള്ള ട്രെയിനിങ്ങുകൾ അല്ലെങ്കിൽ സെലക്ഷനും ട്രെയിനിങ്ങും കൊടുത്താലും ഓക്കെയാണ്. അപ്പോ എബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രം, വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ മതി. ഒരു വ്യക്തിക്ക് ഒരു ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഒന്നോ ആയിക്കോട്ടെ അല്ലെങ്കിൽ അതിന് കൂടുതലോ ഏരിയാസിൽ ഒരു ആക്ടിവിറ്റി ചെയ്യാൻ അല്ലെങ്കിൽ ഒരു പ്രവർത്തനം ചെയ്യാൻ ഒരു മേഖലയിൽ ഒന്നോ അതിൽ കൂടുതലോ പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ടുള്ള ഒരു എഫക്റ്റീവ് ആയിട്ട് വളരെ കാര്യക്ഷമമായിട്ട് പെർഫോം ചെയ്യാനായിട്ടുള്ള ഒരു ഇൻഡിവിജ്വലിന്റെ കഴിവിനെയാണ് നമ്മുടെ എബിലിറ്റി എന്ന് പറയുന്നത്. അത് ശാരീരികമായിട്ടാവാം, മാനസികമായിട്ടാവാം, നല്ലൊരു ഇന്റർപേഴ്സണൽ രീതിയിലുള്ള ഒരു വർക്ക് ആവാം. അതെങ്ങനെയോ ആയിക്കോട്ടെ അവർക്ക് ചെയ്യാനുള്ളൊരു കഴിവ്. ആ ഇൻഡിവിജ്വൽസിന് അതിന്റെ എക്സാമ്പിൾ നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ന്യൂമറിക്കൽ എബിലിറ്റി ആണ്. അതായത് ഒരു വ്യക്തിക്ക് നല്ല രീതിയിൽ ഡേറ്റാസും നമ്പേഴ്സും ഒക്കെ കൈകാര്യം ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു നല്ല പരിശീലനം കിട്ടിയാൽ അവർക്ക് ആ ഒരു എബിലിറ്റി ഏത് മേഖലയിൽ പ്രയോജനപ്പെടുത്താം അല്ലെങ്കിൽ ഏത് മേഖലയിൽ അവരുടെ കഴിവ് തെളിയിക്കാൻ പറ്റും? എഞ്ചിനീയറിംഗ്, അക്കൗണ്ടിംഗ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് മേഖലകളിൽ കഴിവ് തെളിയിക്കാൻ പറ്റും. ഇനി ഈ ഒരു മൂന്നാമത്തെ കാര്യം പറയുന്നത്, എപ്പോഴും ഈ എബിലിറ്റി എന്ന് പറയുന്നത് എന്തിൽ നിന്നാണ് ഡെവലപ്പ് ചെയ്യുന്നത്? ഫ്രം ഇൻഡിവിജ്വൽസ് നാച്ചുറൽ ആപ്റ്റിറ്റ്യൂഡ്, അവരുടെ സ്വാഭാവികമായിട്ടുള്ള അഭിരുചികളിൽ നിന്നാണ് എന്ത് എബിലിറ്റീസ് ഡെവലപ്പ് ചെയ്യുന്നത്. ആ സ്വാഭാവികമായിട്ടുള്ള ഒരു അഭിരുചി അവർക്കുണ്ടാകും. അതിലൂടെ തുടർ പഠനത്തിനായിട്ടുള്ള ഒരു അവസരം കൂടി കിട്ടുമ്പോൾ അതിലൂടെ അവരുടെ എബിലിറ്റി എന്ത് ചെയ്യുന്നു? ഡെവലപ്പ് ചെയ്യുന്നു. ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ റിലേറ്റീവ്ലി എൻഡ്യൂറിംഗ് കപ്പാസിറ്റി ഫോർ പെർഫോമിംഗ് സം ആക്ടിവിറ്റി എഫക്റ്റീവ്. ചില പ്രവർത്തനങ്ങൾ വളരെ എഫക്റ്റീവ് ആയിട്ട് പെർഫോം ചെയ്യാനായിട്ടുള്ള ഒരു വ്യക്തികളുടെ കപ്പാസിറ്റി അല്ലെങ്കിൽ കഴിവിനെയാണ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇനി ആപ്റ്റിറ്റ്യൂഡ് എന്താണ്? ആപ്റ്റിറ്റ്യൂഡ് ഇൻടു abilities through practice and experience and formal training. ഈ ഒരു എബിലിറ്റി അല്ലെങ്കിൽ ഒരു ആപ്റ്റിറ്റ്യൂഡ്, അവരുടെ ഒരു അഭിരുചി എബിലിറ്റിയിലേക്ക് മാറണമെങ്കിൽ എങ്ങനെയാണ്? അവർക്ക് കൃത്യമായിട്ടുള്ള പ്രാക്ടീസും അതിലൂടെയുള്ള എക്സ്പീരിയൻസുകളും അതുപോലെ തന്നെ ഫോർമൽ ആയിട്ടുള്ള ട്രെയിനിങ്ങും കിട്ടുമ്പോഴാണ് ഒരു ആപ്റ്റിറ്റ്യൂഡ് അവരുടെ എബിലിറ്റി ആയിട്ട് മാറുന്നത്. ഇപ്പൊ എപ്പോഴും ഒരു ഓർഗനൈസേഷൻ ഉറപ്പുവരുത്തേണ്ട കാര്യം, അവിടെ സെലക്ട് ചെയ്യുന്ന എംപ്ലോയീസ് അല്ലെങ്കിൽ അവിടുത്തെ എംപ്ലോയീസ് എല്ലാവരെയും അവർ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ആ ഓർഗനൈസേഷൻ അനുയോജ്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്താൻ അല്ലെങ്കിൽ ബിഹേവിയേഴ്സിനനുസരിച്ച് പെരുമാറാൻ അല്ലെങ്കിൽ ആ ഓർഗനൈസേഷൻ കൊടുക്കുന്ന ആ ഒരു പെർഫോമൻസ് എഫക്റ്റീവായിട്ട് ചെയ്യാനായിട്ടുള്ള കഴിവുകൾ ഇവർക്ക് അല്ലെങ്കിൽ എബിലിറ്റി ഇവർക്ക് ഉണ്ടോ എന്ന് ഓരോ ഓർഗനൈസേഷനും ഉറപ്പുവരുത്തണം. രണ്ട് രീതിയിൽ നമുക്ക് ഉറപ്പുവരുത്താം. എപ്പോഴും കെയർഫുൾ ആയിട്ടുള്ള സെലക്ഷൻ ആയിരിക്കണം. അതിനുശേഷം നമുക്ക് അവർക്ക് ആവശ്യമാണെങ്കിൽ പരിശീലനങ്ങളും കൊടുത്ത് ആ ഒരു എബിലിറ്റി നിലനിർത്തി കൊണ്ടുപോകാവുന്നതാണ്. വേഗം ഒന്ന് വായിച്ചു നോക്കിയ എബിലിറ്റി.
വായിച്ചു കഴിഞ്ഞവരൊന്ന് റിപ്ലൈ ചെയ്യണേ. ഓക്കെ, ക്ലിയർ ആണോ? എബിലിറ്റി എന്താന്ന് മനസ്സിലായോ? ഓക്കെ, ശരി. നെക്സ്റ്റ് വൺ ആണ് സ്കിൽസ്. നമ്മൾ പറയാറുണ്ട് അല്ലെ, എന്തെങ്കിലുമൊക്കെ പ്രത്യേകമായിട്ടുള്ള മേഖലകളിൽ നിങ്ങൾക്ക് സ്കില്ലുണ്ടോ ഇല്ലേ, വൈദഗ്ധ്യമുണ്ടോ അല്ലെങ്കിൽ പ്രാവീണ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കും അല്ലെ. നമ്മൾ ഇന്റർവ്യൂവിനൊക്കെ ചെല്ലുന്ന സമയത്ത് ചോദിക്കാറില്ലേ, അല്ലെങ്കിൽ നമ്മുടെ റെസ്യൂംസ് അല്ലെങ്കിൽ ബയോഡേറ്റൊക്കെ തയ്യാറാക്കുമ്പോൾ നമ്മുടെ സ്പെസിഫിക് ആയിട്ടുള്ള സ്കില്ലുകളൊക്കെ നമ്മൾ അതിൽ എഴുതാറുണ്ട് അല്ലെ. ഇവിടെ skill എന്ന് പറഞ്ഞാൽ are generally thought of as being more task specific competencies than abilities. ഒന്നല്ലേ ചെയ്തിട്ടേ, സ്കിൽ എന്ന് പറയുമ്പോൾ ഒരു ടാസ്ക് സ്പെസിഫിക് ആണ്, മറ്റൊരു നമുക്ക് ജനറൽ ആയിട്ടുള്ള ഒരു കഴിവുകളൊക്കെയാണ് പറഞ്ഞത്. ഇവിടെ പ്രത്യേകമായിട്ടുള്ള ഒരു ചുമതല തരുമ്പോൾ ഈ പ്രത്യേകമായിട്ടുള്ള ഒരു ജോലി ചെയ്യാനായിട്ട് അവർക്ക് സ്പെസിഫിക് ആയിട്ടുള്ള കഴിവുകൾ എന്തൊക്കെയുണ്ട്, അതാണ് സ്കിൽസ്. അപ്പൊ എബിലിറ്റിയേക്കാൾ കൂടുതൽ നമുക്ക് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ടാസ്ക് തരുമ്പോൾ അത് സ്പെസിഫിക് ആയിട്ട് നമുക്ക് ചെയ്യാൻ കോമ്പിറ്റൻസിയിൽ എത്രത്തോളം കഴിവുണ്ട്, അതാണ് സ്കിൽ അല്ലെങ്കിൽ വൈദഗ്ധ്യം അല്ലെങ്കിൽ പ്രാവീണ്യം എന്ന് നമ്മൾ പറയാറുണ്ട്. ഫോർ എക്സാമ്പിൾ, an individual with numerical ability who goes to school to learn accounting develops a numerical skill specific to that field. Thus, when a particular ability is applied to a specific field, for example, accounting, and it becomes a skill. But ഇവിടെ ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ എക്സാമ്പിൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ന്യൂമറിക്കൽ എബിലിറ്റി ഉള്ള ഒരു ഇൻഡിവിജ്വൽ, ആ ഒരു ഇൻഡിവിജ്വൽ സ്കൂളിലേക്ക് പോകുന്നു, അവൻ അവിടെ നിന്ന് അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുന്നു. അപ്പൊ അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ അവര് ആ ഒരു സ്പെസിഫിക് ടു ദാറ്റ് ഫീൽഡ്, ആ ഒരു ഫീൽഡിലേക്ക് സ്പെസിഫിക് ആവാണ് അല്ലെ. അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുമ്പോൾ ആ ഒരു ഫീൽഡുമായിട്ട് കുറെ അധികം നോളജും സ്കില്ലും ഒക്കെ അവരിൽ വർദ്ധിക്കുകയാണ്. ശരിയല്ലേ? ആ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു മേഖലയിലേക്കല്ല അവര് പോയത്. സോ ദാറ്റ്സ് വെൻ എ പർട്ടിക്കുലർ എബിലിറ്റി, അപ്പൊ അവരുടെ ആ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു കഴിവ് എന്ത് ആ ഒരു സ്പെസിഫിക് ഫീൽഡിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, അക്കൗണ്ടിങ് ആ ഒരു മേഖലയിൽ നമുക്ക് ആ ഒരു സ്പെസിഫിക് ഫീൽഡിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ, അപ്പൊ ആ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട ടാസ്ക് അവർക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും അല്ലെ. ഇറ്റ് ബിക്കംസ് എ സ്കിൽ, അത് അവരുടെ സ്കിൽ അല്ലെങ്കിൽ അവരുടെ ഒരു പ്രാവീണ്യമായിട്ട് മാറി അല്ലെ. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സ്കിൽ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക മേഖലയുമായി ബന്ധപ്പെട്ട് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ടാസ്കുകൾ അവർക്ക് എത്രത്തോളം ചെയ്യാൻ കഴിവുണ്ട്, അതാണ്. ഇവിടെ ഒരു അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് നല്ല ന്യൂമറിക്കൽ സ്കില്ലുള്ള ഒരു വ്യക്തിയായിരുന്നു, അപ്പൊ അവർക്ക് താല്പര്യം എന്തിലേക്കായിരുന്നു? അക്കൗണ്ടിങ് പഠിക്കാനായിരുന്നു. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചാൽ ഒരു കുട്ടി നന്നായിട്ട് ന്യൂമറിക്കൽ സ്കില്ലൊക്കെ ഉള്ള ഒരു കുട്ടിയാണ്. ആ കുട്ടി അടുത്ത സ്കൂളുകൾ കഴിഞ്ഞ് ഓരോ സ്കൂളിൽ കഴിഞ്ഞ് ഇങ്ങനെ വന്ന് അവർ അക്കൗണ്ടിങ് ആയിട്ടുള്ള മേഖലയിലേക്കാണ് അതിന് കുറച്ചും കൂടി താല്പര്യം തോന്നിയത്. അത് അക്കൗണ്ടിങ്ങിന് വേണ്ടിയിട്ട് പഠിക്കാൻ പോയി. അങ്ങനെ പഠിക്കാൻ പോയി ആ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട നല്ല അറിവും അതുപോലെ തന്നെ കഴിവും ഒക്കെ ആ കുട്ടിക്ക് ഉണ്ടായി. അങ്ങനെ പഠിച്ചു വന്നത് കൊണ്ട് തന്നെ ആ ഒരു പ്രത്യേക മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ചത് കൊണ്ട് തന്നെ ആ ഒരു അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് എന്ത് ടാസ്ക് കൊടുത്താലും ആ കുട്ടി നന്നായിട്ട് ചെയ്യുമോ? ചെയ്യും. അതാണ് അവരുടെ. ഈ ഒരു അക്കൗണ്ടിങ് പഠിക്കാത്ത ഒരു വ്യക്തിയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ആർക്കാണ് ആ ഒരു സ്പെസിഫിക് ഫീൽഡിൽ ഒരു ടാസ്ക് കൊടുത്താൽ നല്ല സ്കില്ലോടുകൂടി ചെയ്യാൻ പറ്റുക? ആർക്കാ ചെയ്യാൻ പറ്റുക? ആർക്കാ ചെയ്യാൻ പറ്റുക? എന്താണ് ഒരു റിപ്ലൈ ഇല്ലാതെ? ഒരു അക്കൗണ്ടിങ് പഠിച്ച കുട്ടിക്കാണോ അല്ലെങ്കിൽ അല്ലാത്ത മേഖലയിലുള്ള കുട്ടിക്കാണോ അതിൽ നല്ലൊരു ടാസ്ക് കൊടുത്താൽ നന്നായിട്ട് സ്കിൽ പഠിച്ച ആൾക്ക് തന്നെയാണ് അല്ലെ. കാരണം അവർ അതിൽ നല്ല സ്കിൽഡ് ആണ്. അപ്പൊ അക്കൗണ്ടിങ് പഠിച്ച ഒരു കുട്ടിയാണ് അല്ലെങ്കിൽ ആ ഒരു സ്പെസിഫിക് മേഖലയിൽ വളരെയധികം അവരുടെ ആ ഒരു എബിലിറ്റി അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് അവരുടെ സ്കില്ലായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവരുടെ ഒരു സ്കില്ലായത് അവരത് അക്കൗണ്ടിങ് മേഖലയിൽ ഓക്കെയാണ്. അതിനുശേഷം അവരൊരു ജോലിയിൽ പ്രവേശിച്ച് അതുമായി ബന്ധപ്പെട്ട കുറെ അധികം ടാസ്കുകളും കാര്യങ്ങളും ചെയ്യുമ്പോൾ അവരുടെ എക്സ്പീരിയൻസ് വർദ്ധിക്കും. അതിലൂടെ അവരുടെ സ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? പിന്നെയും വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു സ്കിൽ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു എബിലിറ്റിയേക്കാൾ ഉപരി അവരുടെ ഒരു ടാസ്ക് സ്പെസിഫിക് ആണ്. എപ്പോഴും അത് ആലോചിക്കുക കേട്ടോ. ടാസ്ക് സ്പെസിഫിക് ആണ്. ഒരു പ്രത്യേക ചുമതല അല്ലെങ്കിൽ ഒരു പ്രത്യേക ജോലി സ്പെസിഫിക് ആയിട്ടുള്ള പ്രത്യേക ജോലി കൊടുത്താൽ അത് ചെയ്യാൻ ആ വ്യക്തിക്ക് എത്രത്തോളം കഴിവുണ്ട്, അത് മാത്രമാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. അതിനൊരു എക്സാമ്പിൾ പറഞ്ഞത് ഇതുപോലെ ന്യൂമറിക്കൽ എബിലിറ്റി ഒരു ഇൻഡിവിജ്വൽ ആണെങ്കിൽ
who goes to school to learn accounting develops a numerical skill specific to that field. ആ ഒരു പ്രത്യേക മേഖലയിലേക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ന്യൂമറിക്കൽ സ്കില്ല് അക്കൗണ്ടിംഗ് മേഖലയുമായി ബന്ധപ്പെട്ട് അവർക്ക് വർദ്ധിക്കുന്നു. അതിലൂടെ ആ ഒരു പർട്ടിക്കുലർ അവരുടെ ആ ഒരു അക്കൗണ്ടിംഗ് മേഖലയുമായി ബന്ധപ്പെട്ട ആ ഒരു ന്യൂമറിക്കൽ എബിലിറ്റി അല്ലെങ്കിൽ ആ ഒരു സ്കിൽ അവർക്ക് എന്ത് ചെയ്യുന്നു, ആ സ്പെസിഫിക് ഫീൽഡിൽ അവർക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന ആ ഒരു പ്രത്യേക മേഖലയിൽ അവർക്ക് ഉപയോഗിക്കാൻ പറ്റും. അത് അവരുടെ സ്കില്ലായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. വേഗം ഒന്ന് വായിച്ചു നോക്കിയ സ്കിൽസ്. വായിച്ചു കഴിയുന്നവരൊന്ന് റിപ്ലൈ ചെയ്യേ. ക്ലിയർ ആണോ? സ്കിൽസ് ക്ലിയർ ആണോ? ഓക്കെ. അടുത്തതാണ് കോമ്പിറ്റൻസി. കോമ്പിറ്റൻസി എന്ന് പറഞ്ഞാല് ആ സ്കിൽസ് അസോസിയേറ്റഡ് വിത്ത് സ്പെഷ്യലൈസേഷൻ. ഇവിടെ നമ്മൾ സ്കില്ല് പഠിച്ചപ്പോ ഇതൊക്കെ കണക്റ്റഡ് ആണ് കേട്ടോ. സ്കില്ല് പഠിച്ചപ്പോ നമ്മൾ എബിലിറ്റി എന്താ പറഞ്ഞത്? ഒരു വ്യക്തിയുടെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഒന്നോ അതിലധികം ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള ഒരു വ്യക്തിയുടെ കഴിവിനെയാണ് പറഞ്ഞത്. സ്കില്ലിലേക്ക് വന്നപ്പോ ഒരു പ്രത്യേക മേഖലയിലേക്കുള്ള ടാസ്ക് സ്പെസിഫിക് അല്ലേ? ആയോ? ഇനി കോമ്പിറ്റൻസി എന്ന് പറയുമ്പോ ഇപ്പൊ ഒരു സ്കില്ലുണ്ട്. ഇപ്പൊ ഒരു അക്കൗണ്ടിങ് മേഖലയില് പ്രത്യേകമായിട്ട് അല്ലെങ്കിൽ അക്കൗണ്ടിങ് പഠിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഇല്ലേ? അക്കൗണ്ടിങ് പഠിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് എല്ലാവർക്കും ഓൾമോസ്റ്റ് അക്കൗണ്ടിങ്ങുമായിട്ടുള്ള കുറെ ടാസ്കുകൾ എല്ലാവർക്കും ചെയ്യാനൊരു കഴിവുണ്ടാവും അല്ലെങ്കിൽ ഒരു പ്രാവീണ്യം ഉണ്ടാവും. ശരിയല്ലേ? ഇല്ലേ? അതേസമയം അതിൽ തന്നെ സ്പെസിഫിക് ആയിട്ടുള്ള കുറെ ടാസ്കുകൾ കൊടുത്താൽ ചിലപ്പോ എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല ഇല്ലേ? അതിൽ തന്നെ കുറെ അധികം കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ടാസ്ക് കൊടുത്താൽ ചിലപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ കഴിവുണ്ടാവില്ല. അതിനെ ആർക്കൊക്കെ ആയിരിക്കും കൂടുതൽ കഴിവുണ്ടാവുക? അങ്ങനെ പ്രത്യേകമായിട്ട് ഇപ്പൊ നമ്മൾ ആദ്യമായിട്ട് ഒരു ജൂനിയർ ആയിട്ടുള്ള ഒരാളാണ് നമ്മൾ ഒരു അക്കൗണ്ടന്റ് ആയിട്ട് ചെല്ലുന്നത്. ബേസിക് ആയിട്ട് ചാർട്ടേഡ് അക്കൗണ്ട് അനുസരിച്ച് ചെയ്യാം. കാരണം അവർ അതിനനുസരിച്ച് നോളജും എക്സ്പീരിയൻസിലൂടെ ഇപ്പൊ എപ്പോഴും ഒരു കോമ്പിറ്റൻസി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത്രയും മാത്രം മനസ്സിലാക്കിയാൽ മതി. ഒരു ജൂനിയർ ആയിട്ടുള്ള ഒരു അക്കൗണ്ടന്റ് അവരാദ്യമായിട്ട് അവര് ട്രെയിനിങ് പോലെ അവരാദ്യമായിട്ട് അവിടെ ജോലിക്ക് ചെല്ലുന്നു. അപ്പൊ ആ അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് അവർ പഠിച്ച കാര്യങ്ങൾ അവർക്ക് സ്കില്ലുണ്ട്, അത് അവർക്ക് ചെയ്യാൻ പറ്റും അല്ലെ? ഇനി ആ ഓരോ സ്ഥാപനത്തിലും നമ്മൾ ചെല്ലുമ്പോഴും അവരുടേതായുള്ള ചില ജോലികൾ പ്രത്യേകമായിട്ട് എക്സ്ട്രാ ആയിരിക്കും. നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെ ആയിരിക്കില്ലല്ലോ അവിടെ ചെല്ലുമ്പോൾ ചെയ്യാം അല്ലെ? വ്യത്യാസം ഉണ്ടാവില്ലേ? അത് തന്നെ ല്ലോ ഓരോ സ്ഥാപനത്തിൽ ചെന്ന് നമ്മൾ വർക്ക് ചെയ്യുമ്പോഴും അതിനനുസരിച്ച് അവരുടേതായ ജോലികളിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അപ്പൊ ആ ജോലി ചെയ്യാനായിട്ട് ഒരു വ്യക്തിക്ക് കഴിവുണ്ടാവണമെങ്കിൽ ഒരു ജൂനിയർ ആയിട്ടുള്ള വ്യക്തിക്കാണോ അതേസമയം അവിടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വ്യക്തിയാണോ എളുപ്പത്തിൽ അവർക്ക് ചെയ്യാൻ പറ്റുക? ആർക്കാണ്? രണ്ടു കൂട്ടർക്കും സ്കില്ലുണ്ട്, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള. കാരണം അതാണ് കോമ്പിറ്റൻസി എന്ന് പറയുന്നത്. എപ്പോഴും നമ്മുടെ കോമ്പിറ്റൻസി എന്ന് പറയുന്നത് സ്കില്ല് തന്നെയാണ്. ഒരു സ്പെസിഫിക് അല്ലെങ്കിൽ ഒരു സ്പെഷ്യലൈസേഷൻ ആയിട്ടുള്ള ഒരു മേഖലയിലെ സ്കില്ല് തന്നെയാണ്. പക്ഷെ അത് അവർക്ക് എങ്ങനെ കിട്ടും? പ്രാക്ടീസിലൂടെയും എക്സ്പീരിയൻസിലൂടെയും അവരെ ഗെയിൻ ചെയ്തെടുക്കുന്നതാണ് കോമ്പിറ്റൻസി എന്ന് പറയുന്നത്.
മനസ്സിലായോ? അപ്പൊ ജൂനിയർ ആയിട്ട് ചെല്ലുന്ന ഒരു സ്റ്റുഡന്റ് അല്ലെങ്കിൽ ഒരു കുട്ടി, ഒരു എംപ്ലോയി ആണെങ്കിൽ അവർക്ക് അത്യാവശ്യം അക്കൗണ്ടിങ് മേഖലയിൽ സ്കില്ലുണ്ട്. പക്ഷേ എന്നാൽ സ്പെസിഫിക് ആയിട്ടുള്ള ചില ജോലികൾ ചെയ്യാൻ അവർക്ക് കഴിവുണ്ടാവില്ല. പക്ഷേ അവരതിന് കഴിവുണ്ടാക്കിയെടുക്കും. എപ്പോഴാണ്? അവർക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രാക്ടീസും എക്സ്പീരിയൻസും ഒക്കെ കിട്ടുമ്പോൾ ചിലപ്പോൾ 1 വർഷം കൊണ്ടോ അല്ലെങ്കിൽ ഒരു 2 വർഷം കൊണ്ടോ അല്ലെങ്കിൽ ഒരു 6 മാസം കൊണ്ടോ ഒക്കെ തന്നെ അവിടെ വരുന്ന എല്ലാ ടാസ്കുകളും ചെയ്യാനായിട്ട് അവര് കോമ്പിറ്റന്റ് ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അത് അവരുടെ എക്സ്പീരിയൻസിലൂടെയും പ്രാക്ടീസിലൂടെയും അവർക്ക് കിട്ടിയ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സ്കില്ലാണ്. അതാണ് കോമ്പിറ്റൻസി എന്ന് പറയുന്നത്. മനസ്സിലായോ? വ്യത്യാസങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? ഡൗട്ട് വന്നാ? ക്ലിയർ അല്ലേ? കോമ്പിറ്റൻസി എന്താണെന്നുള്ളത്? ഓക്കെ, നോക്കിയേ. Competencies are skills associated with specialization. അതായത് സ്കിൽസ് തന്നെയാണ് അവർക്ക് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള മേഖലയിലുള്ളവരുടെ കഴിവ് തന്നെയാണ്. ആ കഴിവ് എങ്ങനെയാണ്? Competencies are skills that have been refined by practice and experience and that enable the individual to specialize in something. ഒരു പ്രത്യേക മേഖലയില് സ്പെഷ്യലൈസ്ഡ് ആവാനായിട്ട്, ഒരു ഇൻഡിവിജ്വലിനെ എനേബിൾ ആക്കുന്ന അല്ലെങ്കിൽ പ്രാപ്തമാക്കുന്ന ഒരു കഴിവുകളെ എന്തിലൂടെയാണ് അവരുടെ സ്കിൽസ് റിഫൈൻ ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ എന്താണ് നവീകരിക്കാൻ പറ്റുന്നത്? ബൈ പ്രാക്ടീസ് ആൻഡ് എക്സ്പീരിയൻസ്. ഒരു വ്യക്തിയുടെ കോമ്പിറ്റൻസി എന്ന് പറഞ്ഞാൽ അവർക്കൊരു പ്രത്യേക മേഖലയിൽ ഒരു കഴിവുണ്ട്. ആ കഴിവ് എങ്ങനെയുള്ള കഴിവാണ്? നല്ല രീതിയിൽ എക്സ്പീരിയൻസിലൂടെയും പ്രാക്ടീസിലൂടെയും കടന്നു വന്നുകൊണ്ട് അവർക്ക് ആ ഒരു പ്രത്യേക മേഖലയിലെ സ്പെസിഫിക് ആയിട്ടുള്ള സ്കില്ലാക്കി അല്ലെങ്കിൽ അതിലേക്ക് അവരെ പ്രാപ്തരാക്കിയിട്ടുള്ള ഒരു കഴിവാണ് കോമ്പിറ്റൻസി എന്ന് പറയുന്നത്. വലിയ വ്യത്യാസമൊന്നുമില്ല, സ്കിൽസ് തന്നെയാണ്, സ്പെസിഫിക് മേഖലയിൽ അവർക്ക് ചെയ്യുന്ന കഴിവ് തന്നെയാണ്. പക്ഷെ ഇവിടെ എന്താണ് വ്യത്യാസം? അവർക്ക് സാധാരണ ആളുകളിൽ നിന്ന് കുറച്ചുകൂടി സ്പെഷ്യലൈസ്ഡുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ഒരു കഴിവുണ്ടാവും. അതെങ്ങനെ കിട്ടി അവർക്ക്? അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട് പ്രാക്ടീസിലൂടെയും എക്സ്പീരിയൻസിലൂടെയും അവർക്ക് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ടാസ്കുകൾ ചെയ്യാനായിട്ടുള്ള അവരെ പ്രാപ്തരാക്കിയത് ആ ഒരു പ്രാക്ടീസിലൂടെയും എക്സ്പീരിയൻസിലൂടെയും കിട്ടിയ ആ ഒരു അറിവിലൂടെയാണ്. അപ്പോ അവർക്ക് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രത്യേകമായ കഴിവുകൾ മറ്റുള്ളവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കൂടുതലായിരിക്കും. ക്ലിയർ ആണോ? കോമ്പിറ്റൻസി രശ്മിയാണോ ചോദിച്ചത്? മനസ്സിലായോ രശ്മി? ഓക്കെ. Then physical abilities such as ഇപ്പൊ ഒരു എന്താണ്, ഇപ്പൊ നമ്മളൊരു ജിമ്മിലൊക്കെ പോകുന്ന ഒരാളാണെങ്കിൽ അതിനൊരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. ഫിസിക്കൽ എബിലിറ്റി അവരെങ്ങനെയാണ്? ജിമ്മിലൊക്കെ പോകുന്ന ആളുകളാണെങ്കിൽ അവർക്ക് സ്ട്രെങ്ത്, ഫ്ലെക്സിബിലിറ്റി, എൻഡ്യൂറൻസ് ആൻഡ് സ്റ്റാമിന ക്യാൻ ബി ഡെവലപ്ഡ് എക്സസൈസ് ആൻഡ് ട്രെയിനിങ്. അല്ലെ? ആദ്യമായിട്ട് ചെല്ലുന്ന ഒരാൾക്ക് സാധാരണയുള്ള ഒരു കഴിവുണ്ടാവും. പക്ഷെ എന്നാൽ പോലും അവർക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കഴിവുണ്ടാവണമെങ്കിൽ അവർ എന്തിലൂടെ ഇപ്പൊ അവരുടെ ശരീരത്തിന്റെ ആ ഒരു ശക്തി ആയിക്കോട്ടെ, ആ ഒരു ഫ്ലെക്സിബിലിറ്റി, വഴക്കമായിക്കോട്ടെ, ആ എൻഡ്യൂറൻസ് അല്ലെങ്കിൽ ആ ഒരു സഹിഷ്ണുതയും സ്റ്റാമിനയും ഒക്കെ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ എക്സസൈസിലൂടെയും ട്രെയിനിങ്ങിലൂടെയാണ് കിട്ടുന്നത്. അല്ലെ? അവരുടെ എക്സസൈസും ട്രെയിനിങ്ങും ഒക്കെ ചെയ്താണ് അവർ ആ ഒരു സ്ട്രെങ്ത്തിലേക്കും ആ ഒരു ഫ്ലെക്സിബിലിറ്റിയിലേക്കും ഒക്കെ എത്തുന്നത്. ശരിയല്ലേ? അപ്പൊ ആദ്യമേ ചെല്ലുമ്പോൾ തന്നെ അവർക്ക് അതൊന്നും ഉണ്ടാവില്ല. ആദ്യം അവർക്ക് നോർമൽ ആയിട്ടുള്ള ഒരു ലെവൽ ഉണ്ടാവും. അതിനുശേഷം അത് ആ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ളതിലേക്ക് ആവണമെങ്കിൽ ഈ ഒരു എക്സസൈസ് ആൻഡ് ട്രെയിനിങ്ങിലൂടെയാണ്. ഫിസിക്കൽ എബിലിറ്റി അതിലാണ് കിട്ടുക. ഇനി മെന്റൽ എബിലിറ്റി ആണെങ്കിലോ, such as reasoning, memory, visualization, comprehension and interpersonal abilities can also be developed through practice and education. ഇതുപോലെ തന്നെ മെന്റൽ എബിലിറ്റി നമുക്ക് ഇതേ രീതിയിൽ വർദ്ധിപ്പിച്ചെടുക്കാൻ പറ്റും. അതിനു വേണ്ടിയിട്ട് റീസണിങ്, അല്ലെ, പല രീതിയിലുള്ള എന്താണ് വ്യക്തിപരമായിട്ടുള്ള ചിന്തകള്, അതുപോലെ തന്നെ മെമ്മറിയുമായി ബന്ധപ്പെട്ട് വിഷ്വലൈസേഷൻസ് ചെയ്യുക, കുറേയധികം അങ്ങനത്തെ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കോംപ്രിഹെൻഷൻ ആൻഡ് ഇന്റർപേഴ്സണൽ എബിലിറ്റീസ്, വ്യക്തിപരമായിട്ടുള്ള നല്ല നല്ല എബിലിറ്റീസ് അല്ലെങ്കിൽ കഴിവുകൾ ഉണ്ടാക്കിയെടുക്കുക, സമഗ്രമായിട്ടുള്ള ചിന്താഗതികള്, വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, മെമ്മറീസുമായി ബന്ധപ്പെട്ട വിഷ്വലൈസേഷൻ മുതലായിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയൊക്കെ വികസിപ്പിച്ചെടുക്കുന്നതിന്, അങ്ങനെയുള്ള കഴിവുകളൊക്കെ വർദ്ധിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ത്രൂ പ്രാക്ടീസ് ആൻഡ് എഡ്യൂക്കേഷൻ, കൃത്യമായിട്ടുള്ള എഡ്യൂക്കേഷനിലൂടെയും പ്രാക്ടീസിലൂടെയുമാണ് നമുക്കിത് നേടിയെടുക്കാൻ സാധിക്കുക. Even in absence of such formal programs, many individuals manage their own careers in such a way as to continually upgrade their ability.
abilities, skills and competencies in order to remain valuable to their organization. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഫോർമൽ ആയിട്ടുള്ള പ്രോഗ്രാംസ് ഇല്ല എങ്കിൽ പോലും ഇപ്പൊ നമുക്ക് ഒരു ഓർഗനൈസേഷനിൽ ഒരു വ്യക്തിയുടെ കോമ്പീറ്റൻസ് വർദ്ധിപ്പിക്കുക എന്ന രീതിയിൽ ചിലപ്പോൾ ഒരു ഫോർമൽ ആയിട്ടുള്ള പ്രോഗ്രാം ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ ഫോർമൽ ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ഇല്ല എങ്കിൽ many individuals manage their own career. അവർ സ്വന്തമായിട്ടുള്ള കരിയർ കൃത്യമായിട്ട് മാനേജ് ചെയ്യാനും ഈ ഒരു രീതിയിലൂടെ കണ്ടിന്യൂലി അവരുടെ എബിലിറ്റീസ്, സ്കില്ല്, കോമ്പിറ്റൻസി ഒക്കെ വർദ്ധിപ്പിക്കാനും ആ ഒരു ഓർഗനൈസേഷനെ അത് വാല്യുബിൾ ആക്കി മാറ്റാനും വേണ്ടിയിട്ട് അവര് ശ്രമിക്കാറുണ്ട്. അപ്പൊ അവർക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് അവർ വിനിയോഗം ചെയ്യുന്ന അല്ലെങ്കിൽ അവർ ഉപയോഗിക്കുന്നുണ്ട്. അത് കൂടാതെ ഇങ്ങനെ ഒരു ഫോർമൽ ആയിട്ടുള്ള പ്രോഗ്രാമോ കാര്യങ്ങളോ അവർക്ക് ഇതിനുള്ള എബിലിറ്റീസോ കോമ്പിറ്റൻസിയോ ഒക്കെ വർദ്ധിപ്പിക്കാൻ കിട്ടിയില്ലെങ്കിൽ കൂടി അവർ അവരുടേതായിട്ടുള്ള സാഹചര്യങ്ങൾക്കനുസരിച്ച് ആ ഓർഗനൈസേഷൻ അനുസരിച്ചുള്ള രീതിയിലുള്ള എബിലിറ്റിയും കഴിവൊക്കെ സ്കില്ലും ഒക്കെ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. ഒരു കോമ്പിറ്റൻസി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, സ്കിൽസ് അസോസിയേറ്റഡ് വിത്ത് സ്പെഷ്യലൈസേഷൻ. സ്കിൽസ് ഉള്ള അതിന് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ളവയാണ് competency എന്ന് പറയുന്നത്. കോമ്പിറ്റൻസി ആർ സ്കിൽസ് ടു ദാറ്റ് ഹാവ് ബീൻ റിഫൈൻഡ് ബൈ എല്ലാം കോമ്പിറ്റൻസി എന്ന് പറഞ്ഞ സ്കിൽസ് തന്നെയാണ്. റിഫൈൻഡ് ആയിട്ടുള്ള നല്ല രീതിയിൽ നവീകരിച്ചിട്ടുള്ള നല്ല രീതിയിൽ പ്രാക്ടീസിലൂടെയും എക്സ്പീരിയൻസിലൂടെയും ഒരു ഇൻഡിവിജ്വലിനെ സ്പെഷ്യലൈസ് ഇൻ സം ഫീൽഡ് പ്രത്യേക മേഖലയിൽ സ്പെഷ്യലൈസ്ഡ് ആക്കാൻ വേണ്ടി ഒരു ഇൻഡിവിജ്വലിനെ പ്രാപ്തമാക്കുന്ന സ്കില്ലിനെയാണ് കോമ്പിറ്റൻസി എന്ന് പറയുന്നത്. അതിപ്പോ ഫിസിക്കൽ എബിലിറ്റി ആണെങ്കിൽ നമുക്ക് ഇപ്പോ ഒരു സ്ട്രെങ്ത്, ഫ്ലെക്സിബിലിറ്റി, അവരുടെ എൻഡ്യൂറൻസ്, സഹിഷ്ണുത, ഒരു സ്റ്റാമിന മുതലായൊക്കെ നമുക്ക് വികസിപ്പിക്കാനായിട്ട് എക്സസൈസിലൂടെയും ട്രെയിനിങ്ങിലൂടെയും സാധിക്കും. അപ്പൊ അതിനനുസരിച്ച് അവരുടെ ഫിസിക്കൽ എബിലിറ്റി, ആ ഒരു സ്കിൽ അല്ലെങ്കിൽ ആ ഒരു കോമ്പിറ്റൻസി വർദ്ധിപ്പിക്കാൻ പറ്റും. മെന്റൽ ആയിട്ടുള്ള എബിലിറ്റി അല്ലെങ്കിൽ കോമ്പിറ്റൻസി ആണ് വർദ്ധിപ്പിക്കുന്നത് അല്ലെങ്കിൽ അത് ഇതുപോലെ പലതരത്തിലുള്ള റീസണിംഗ് പരമായിട്ടുള്ള കാര്യങ്ങള്, മെമ്മറി വിഷ്വലൈസേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്, കോംപ്രിഹെൻഷൻ, ഇന്റർപേഴ്സണൽ എബിലിറ്റീസ്, വ്യക്തിപരമായിട്ടുള്ള നല്ല നല്ല കഴിവുകൾ ഉണ്ടാക്കിയെടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ പ്രാക്ടീസിലൂടെയും എഡ്യൂക്കേഷനിലൂടെയും നമുക്ക് വികസിപ്പിക്കാനും അതിലവരുടെ ഒരു കഴിവ് അല്ലെങ്കിൽ ആ ഒരു കോമ്പിറ്റൻസി വർദ്ധിപ്പിക്കാനും സാധിക്കും. അപ്പൊ ഇങ്ങനെ ഒരു ഫോർമൽ ആയിട്ടുള്ള പ്രോഗ്രാമുകൾ ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു എംപ്ലോയിക്ക് ചിലപ്പോൾ ആ സ്ഥാപനങ്ങളിൽ അവരുടെ എബിലിറ്റിയോ കോമ്പിറ്റൻസിയോ സ്കില്ലോ വർദ്ധിപ്പിക്കാൻ കിട്ടണമെന്നില്ല. പക്ഷെ അവർക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് അവർ വിനിയോഗിക്കുകയും അവരുടെ കരിയർ നന്നായിട്ട് മാനേജ് ചെയ്യുകയും അതിനനുസരിച്ച് ആ ഓർഗനൈസേഷന് വാല്യുബിൾ ആയിട്ടുള്ള രീതിയിലേക്ക് ആ സ്കിൽസും കോമ്പിറ്റൻസിയും എബിലിറ്റി ഒക്കെ വളർത്തിയെടുക്കാനും അവർ ശ്രമിക്കുന്നുണ്ട്. വേഗം ഒന്ന് വായിച്ചു നോക്കി കോമ്പിറ്റൻസീസ് എല്ലാം വേഗം ഒന്ന് ആ എബിലിറ്റി, സ്കില്ല്, കോമ്പിറ്റൻസി ഒക്കെ നോക്കാം കേട്ടോ. വായിച്ചു കഴിയുന്നവരൊന്ന് റിപ്ലൈ ചെയ്യണേ. ക്ലിയർ ആണോ? എബിലിറ്റി, സ്കിൽസ്, കോമ്പിറ്റൻസി ഒന്നും ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ അതിന്റെ ഡിഫറൻസ് മാത്രം ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. എക്സാമ്പിൾ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് കിട്ടും കേട്ടോ.
വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല, ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. അതേപോലെ തന്നെ ഓർഡറിലൊന്ന് പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. മോട്ടിവേഷൻ എന്നുള്ള ഭാഗമായിരുന്നു ഞങ്ങൾ രണ്ടുപേരും കൂടി എടുത്തിരുന്നത്. ആ ഒരു ഭാഗം കംപ്ലീറ്റ് ആയിരിക്കുന്നു. ഇനി നെക്സ്റ്റ് കുറച്ച് ഭാഗം കൂടിയല്ലേ ഉള്ളു. ആഗ്ര മിസ്സിന്റെയും നിഷ മിസ്സിനും ഉണ്ട് അല്ലെ? മൈക്രോസ് മിസ് ഉണ്ടോ? മിസ്സിന്റെ ഭാഗം കൂടി ഉണ്ട് അല്ലെ? ഓക്കെ, അവരുടെ നെക്സ്റ്റ് ഡേയ്സ് ക്ലാസ്സുകളിലൂടെ അത് കംപ്ലീറ്റ് ആവുമായിരിക്കും. അടുത്ത ദിവസം തന്നെ അത് കംപ്ലീറ്റ് ആവും. ഇപ്പൊ മിസ്സിന് ഇന്നും കൂടിയാണ് ക്ലാസ് ഉള്ളത്. നെക്സ്റ്റ് ഡേ നമുക്ക് ക്ലാസ് ഉണ്ട് എങ്കിൽ പോർഷൻസ് തീർന്നിട്ടില്ല, കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ മിസ് റിവിഷൻ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് റിവിഷൻസിന് പ്രിപ്പയർ ആയിട്ട് വരാൻ നിങ്ങൾക്ക് പറ്റിയ? നിങ്ങൾക്ക് തന്നിരിക്കുന്നു, ചൂസ് ചെയ്യാം. ഏതൊക്കെ ചാപ്റ്റേഴ്സ് വേണം? രണ്ടേ റിവിഷൻ ഉണ്ടെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ പറഞ്ഞത്. സമയം കിട്ടുകയാണെങ്കിൽ നമുക്ക് റിവിഷൻ വേണമെങ്കിൽ ചെയ്യാം. മൺഡേയും ട്യൂസ്ഡേ ആണ് മിസ്സിന്റെ അവേഴ്സ് ഉള്ളത്. ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണെന്നൊന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി. ഫസ്റ്റ് മോഡ്യൂൾ എടുക്കാം. ഫസ്റ്റ് മോഡ്യൂളിൽ മാത്രം മതിയാ? ഹോസ്പിറ്റൽ പ്ലാനിങ്. ഓക്കെ, വലിയ ചാപ്റ്റർ ആണല്ലോ ഹോസ്പിറ്റൽ പ്ലാനിങ്. സെക്കൻഡ് മോഡ്യൂളും കൂടി 4 ചാപ്റ്റേഴ്സ് നോക്കിയിട്ട് വരാമോ? മൺഡേ വരുമ്പോ നോക്കിട്ട് വരോ? മാർക്കറ്റിംഗ് മാനേജ്മെന്റ്, അക്രഡിറ്റേഷന്റെ ആദ്യത്തെ ഭാഗം മിസ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ഇൻ ഹോസ്പിറ്റൽസ് ഫസ്റ്റ് മോഡ്യൂൾ, 5th മോഡ്യൂളാണ്. PGയുടെ 5th മോഡ്യൂളില്. അതുപോലെ തന്നെ അക്രഡിറ്റേഷന്റെ ഫസ്റ്റ് ഭാഗം മിസ് അല്ലേ എടുത്തത്, ആ ഭാഗം. അതുപോലെ തന്നെ 6th മോഡ്യൂൾ ആണെങ്കിൽ ഹോസ്പിറ്റൽ പ്ലാനിംഗ് ഉണ്ട്. ഏതാ എടുത്തത്? ജനറൽ ഫോംസ് അല്ലേ എടുത്തത്. നെക്സ്റ്റ് മൺഡേ ക്ലാസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. ഉണ്ടെങ്കിൽ നമുക്ക് റിവിഷൻ ചെയ്യാം കേട്ടോ. പോർഷൻസ് തീർന്നിട്ടില്ല, മറ്റു ടീച്ചേഴ്സിന്റെ പോർഷൻസ് തീർന്നിട്ടില്ല എങ്കിൽ അവര് കണ്ടിന്യൂ ചെയ്തെടുക്കേ. അല്ല, പോർഷൻസ് തീരാണ്, മിസ്സിന്റെ അവർ മിസ്സിൽ കയറാൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് റിവിഷൻ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ഒന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. ഓക്കെ അല്ലേ? ഓക്കെ, 5th and 6th മോഡ്യൂളില് എടുത്ത ചാപ്റ്റേഴ്സ് കേട്ടോ. മിസ് എടുത്ത 4 ചാപ്റ്റേഴ്സ്. 4 ചാപ്റ്റേഴ്സ് കേട്ടോ, 4 എണ്ണം ഉണ്ടേ. ഓക്കെ, ഇപ്പൊ നമുക്ക് ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് ഫസ്റ്റ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ജസ്റ്റ് ഒന്ന് വെറുതെ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് എടുത്തുണ്ടല്ലോ, ജസ്റ്റ് ഒന്ന് നമുക്ക് പറഞ്ഞു നോക്കാം. അന്ന് മിസ് ക്വസ്റ്റ്യൻ ചോദിക്കും, അതിനനുസരിച്ച് നിങ്ങൾ റിപ്ലൈ ചെയ്യണം കേട്ടോ. നേരം പഠിച്ചിട്ട് വരണം, അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മള് ക്വസ്റ്റ്യൻ എടുക്കുന്നതിന് വേണ്ടി മാത്രമല്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പഠിക്കാം ഓരോ ചാപ്റ്റേഴ്സ് കേട്ടോ. 4 ചാപ്റ്റേഴ്സ് നോക്കിയിട്ട് വരാം. പോർഷൻസ് കംപ്ലീറ്റ് ആയിട്ടില്ല എങ്കിൽ കംപ്ലീറ്റ് ആവാത്ത ടീച്ചേഴ്സ് പീരീഡ് എടുക്കും കേട്ടോ, അവർ കയറി എടുക്കും. അല്ലാന്നുണ്ടെങ്കിൽ മിസ് മൺഡേ കേട്ടോ, മൺഡേ ട്യൂസ്ഡേ 2 ദിവസമാണ് മിസ്സിന്റെ പീരീഡ് അവേഴ്സ് വരുന്നത്. അപ്പൊ മൺഡേ അല്ലെങ്കിൽ ട്യൂസ്ഡേ ആയിട്ട് നമുക്ക് റിവിഷൻസ് കാണാം. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് ഫസ്റ്റ് ചാപ്റ്റർ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ഇൻ ഹോസ്പിറ്റൽസ് ഓർക്കുന്നുണ്ടോ? എന്തൊക്കെയാ പഠിച്ചത്? ഓർക്കുന്നുണ്ടോ? എന്തൊക്കെയാ പഠിച്ചത് നമ്മള്? എന്താണ് മാർക്കറ്റിംഗ് എന്നുള്ളത്? എക്സാമിന് ഡേറ്റ് ഒന്നും വന്നിട്ടില്ലല്ലോ, നിങ്ങൾക്ക് അതിനുള്ള നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരും കേട്ടോ. മാർക്കറ്റിംഗിന്റെ എന്താണ് ഡെഫിനിഷൻസ് പഠിച്ചു. 4 P's ഓഫ് മാർക്കറ്റിംഗ് പഠിച്ചു. ഏതൊക്കെയാ 4 P's ഓഫ് മാർക്കറ്റിംഗ്? അതെപ്പോഴും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രൈസ്, പ്രൊഡക്റ്റ്, പ്ലേസ്, പ്ലാനിംഗ് ഒക്കെ വരുന്നുണ്ടല്ലോ. ഏതാണ് അതൊരു ഓപ്ഷൻ? പ്ലാനിംഗ് ഉണ്ടോ? പ്ലാനിംഗ് ഇല്ല കേട്ടോ. പ്രൈസ്, പ്ലേസ്, പ്രൊഡക്റ്റ്, പ്രൊമോഷൻ അല്ലെ, 4 എണ്ണമാണ് 4 P's ഓഫ് മാർക്കറ്റിംഗ് എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ അതില് നമ്മൾ ഓരോന്നും പഠിച്ചിരുന്നു അല്ലെ. പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? എന്താ പ്രൊഡക്റ്റ്? an item offered for sale അല്ലെ, offered for sale അല്ലെ, ഒരു ഐറ്റം ആണ് അല്ലെ, ഒരു എന്താണ് സെയിലിന് വേണ്ടി അല്ലെങ്കിൽ വിൽപ്പനയ്ക്ക് വാഗ്ദാനം ചെയ്യുന്ന ഒരു ഐറ്റത്തെയാണ് നമ്മൾ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇനി എന്താണ് പ്രൈസ്? എന്താണ് ഒരു പ്രൈസ് എന്ന് പറയുന്നത്? പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഐറ്റം
ഐറ്റത്തിന്റെ റേറ്റ് ആണ്. ശരിയാണ്. അപ്പൊ അതിന് പകരമായിട്ട് നമ്മൾ പഠിച്ച ഒരു കാര്യമാണ് ഒരു പ്രൊഡക്റ്റോ സർവീസോ ഒരു കമ്പനി വാഗ്ദാനം ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റോ ഒരു സർവീസോ നമ്മൾ എടുക്കുമ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ ആ ഒരു പ്രൊഡക്റ്റിനോ സർവീസിനോ നൽകുന്ന ഒരു വാല്യൂ അല്ലെങ്കിൽ ഒരു മൂല്യമാണ് പ്രൈസ് എന്ന് പറയുന്നത്. ഇനി ഈ 4 പീസ് ഓഫ് മാർക്കറ്റിംഗിലും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നും എന്ത് തന്നെയാണ്? പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. സോറി, പ്രൈസ് എന്ന് പറയുന്നത് അല്ലെ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രൈസ് ആണ്. കാരണം എന്തുകൊണ്ടാണ് പ്രൈസ് വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ് പറയുന്നത്? അത് ആ ഒരു കമ്പനിയുടെ സർവൈവൽ ആൻഡ് പ്രോഫിറ്റിനെ അല്ലെ, പ്രോഫിറ്റ്, ലാഭം, അതുപോലെ തന്നെ ആ ഒരു കമ്പനിയുടെ നിലനിൽപ്പിനെയൊക്കെ ബാധിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ് പ്രൈസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ 4 എണ്ണത്തിലും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് പ്രൈസ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ പ്ലേസ് എന്ന് പറഞ്ഞാൽ എന്താ പ്ലേസ്? ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ അല്ലെ. ആ ഒരു കമ്പനി അവരുടെ പ്രൊഡക്റ്റ്, ആക്ടിവിറ്റി അല്ലെങ്കിൽ ബ്രാൻഡ് എന്താണ് ആ ഒരു ടാർഗറ്റ് കൺസ്യൂമേഴ്സിലേക്ക് അല്ലെങ്കിൽ എവിടെയാണോ അവരുടെ അത് സെയിൽ ചെയ്യുന്ന ആ ഒരു ലൊക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു ജിയോഗ്രഫിക്കൽ ഏരിയയാണ് നമ്മൾ പ്ലേസ് എന്ന് പറയുന്നത്. ഇനി 4th വൺ ആണ് പ്രൊമോഷൻ. പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊരു കമ്മ്യൂണിക്കേഷൻ അല്ലെ. കമ്മ്യൂണിക്കേഷൻ മെത്തേഡ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ആണ്. എന്തിനു വേണ്ടി? അഡ്വർടൈസ്മെന്റ്സ്. അതുപോലെ നമ്മൾ ഉദ്ദേശിച്ച ടാർഗറ്റ് കൺസ്യൂമേഴ്സ് ആണോ അവരിലേക്ക് ഈ പ്രൊഡക്റ്റോ ആക്ടിവിറ്റിയോ ബ്രാൻഡോ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനെയാണ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. 4 എണ്ണം നിർബന്ധമായിട്ടും പഠിക്കണം കേട്ടോ. ചോദിക്കാറുണ്ട്, റിപ്പീറ്റ് ചെയ്ത് ഈ 4 എണ്ണത്തിൽ നിന്നും ഏതെങ്കിലും ഒക്കെ എപ്പോഴും ചോദിച്ച് കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടും. അതുപോലെ തന്നെ 4 പീസ് ഓഫ് മാർക്കറ്റിംഗ് ചോദിക്കാറുണ്ട്, മാർക്കറ്റിംഗ് മിക്സ് ചോദിക്കാറുണ്ട് കേട്ടോ. മാർക്കറ്റിംഗ് മിക്സിന്റെ ആ ഒരു ഡെഫിനിഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് പേജിൽ തന്നെ നമ്മൾ ആ ഒരു നോട്ടിൽ കിടപ്പുണ്ട്. അതും നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം കേട്ടോ. സെറ്റ് ഓഫ് മാർക്കറ്റിംഗ് ടൂൾസ് ദാറ്റ് ദ ഫേം യൂസസ് ടു പെർസ്യൂ ഇറ്റ്സ് മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് ഇൻ ദ മാർക്കറ്റ് ചോദിക്കാറുണ്ട്. മാർക്കറ്റിംഗ് മിക്സിന്റെ ഒരു ഡെഫിനിഷൻ ആണ്. അതും എപ്പോഴും കണ്ടിട്ടുള്ളതാണ് കേട്ടോ. ഇത്രയും കാര്യങ്ങൾ ആ ഒരു ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് ഈ പറയുന്ന കാര്യങ്ങൾ. അതിനുശേഷം നമ്മൾ പറഞ്ഞത് ഹോസ്പിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ചാണ് അല്ലെ. ഹോസ്പിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. എന്തായിരുന്നു ഹോസ്പിറ്റൽ മാർക്കറ്റിംഗില്? ഒരു 9 മെത്തേഡ് പഠിച്ചില്ലേ? പഠിച്ചോ? ഓർക്കുന്നുണ്ടോ? എന്തൊക്കെയാണ് 9 മെത്തേഡ് എന്ന് പറയാമോ? ഫസ്റ്റ് വൺ ഏതാ പഠിച്ചത് നമ്മള്? മെഡിക്കൽ ക്യാമ്പ് പഠിച്ചിട്ടുണ്ട്. പിന്നെ അഡ്വർട്ടോറിയൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. അഡ്വർട്ടോറിയൽ എപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അഡ്വർട്ടോറിയൽ എന്തിന്റെ കോമ്പിനേഷൻ ആണ്? VIP വിസിറ്റുകളുണ്ട്, അഡ്വർടൈസ്മെന്റിന്റെയും എഡിറ്റോറിയലിന്റെയും അല്ലെ, രണ്ടിന്റെയും കൂടി കോമ്പിനേഷൻ ആണ് കേട്ടോ. അത് ചോദിക്കാറുണ്ട്. അഡ്വർട്ടോറിയൽ, എഫക്റ്റീവ് സർജറി, ആസ്ക് ഡോക്ടർ പ്രോഗ്രാം അല്ലെ. അപ്പൊ അതൊക്കെ ചോദിക്കാം. അതുപോലെ തന്നെ ഈ VIP വിസിറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ VIPസിനെ ഇൻവൈറ്റ് ചെയ്യാറുണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഒരു VIPs ഒരു ഹോസ്പിറ്റലിലേക്ക് വരുന്നത് എന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. ക്വസ്റ്റ്യൻ ആവാറുണ്ട്. ഇനാഗ്രേഷന്, ദെൻ ബ്രാൻഡിങ്ങിന് വേണ്ടി, ശരിയാണ്, ബ്രാൻഡിങ് ഓഫ് സ്റ്റേഷനറീസ്, ദെൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പൊ അത് നമ്മൾ ഒരു 9 എണ്ണം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്ന് ചോദ്യം വരാവുന്നത് കൂടുതലും കണ്ടിരിക്കുന്നത് ഈ ആസ്ക് യുവർ ഡോക്ടർ പ്രോഗ്രാം ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതുപോലെ എഫക്റ്റീവ് സർജറിയുടെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. ദെൻ ഇതുപോലെ VIP വിസിറ്റ് എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് VIP വിസിറ്റിന് വേണ്ടിയിട്ട് ഒരു VIPs ഒരു ഹോസ്പിറ്റലിലേക്ക് സെലിബ്രിറ്റീസ് വരാറ്, അതിൽ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അഡ്വർട്ടോറിയലിന്റെ ഒരു കോമ്പിനേഷൻ ഫോം എന്തൊക്കെ കമ്പൈൻ ചെയ്തിട്ടാണ് അഡ്വർട്ടോറിയൽ ഉണ്ടായിരിക്കുന്നത് അതും പഠിച്ചിരിക്കുന്നു കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത്രയും കാര്യങ്ങളിൽ നിന്ന് ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഫ്രീക്വന്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ദെൻ അടുത്ത ചാപ്റ്ററിലേക്ക് നമ്മൾ എത്തുമ്പോൾ അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട അതിന്റെ ഡെഫിനിഷൻസ് പഠിക്കണം. അതുപോലെ തന്നെ ആ ഫസ്റ്റ് പാരഗ്രാഫുമായി ബന്ധപ്പെട്ട അതിന്റെ ഹിസ്റ്ററി കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് കേട്ടോ. അക്രഡിറ്റേഷൻ വിട്ട് കളയരുത്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ നമ്മൾ ലാബുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട അക്രഡിറ്റേഷൻ ബോഡീസിനെ കുറിച്ച് കുറച്ച് ഒരു 4-5 എണ്ണം പഠിക്കുന്നില്ലേ?
അതിന്റെയൊക്കെ എക്സ്പാൻഡഡ് ഫോമും ഷോർട്ട് ഫോമും നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം കേട്ടോ. അതുപോലെ തന്നെ CGHS, ECHS, അതിന്റെ രണ്ടിന്റെയും എക്സ്പാൻഡഡ് ഫോം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ക്ലാസ് എടുത്ത സമയത്ത്. ഓർക്കുന്നുണ്ടോ? അത് രണ്ടിൽ ഏതെങ്കിലും ഒക്കെ എപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ ഇപ്പൊ നാബിന്റെ ആയിക്കോട്ടെ, അത് എഡേബിയുടെ ആയിക്കോട്ടെ, നബറ്റിന്റെ ആയിക്കോട്ടെ, ഇതിന്റെയൊക്കെ എക്സ്പാൻഡഡ് ഫോമും ഷോർട്ട് ഫോംസും നിർബന്ധമായിട്ടും പഠിക്കണം കേട്ടോ. അത് ആ ഒരു 4-5 എണ്ണം ഉള്ളത് അത് വളരെ നിർബന്ധമായിട്ട് ആ 5 എണ്ണം പഠിച്ചു വെച്ചേക്കണം. കാരണം ഏതെങ്കിലും ഒക്കെ റിപ്പീറ്റ് ചെയ്ത് എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കാണാറുണ്ട്. അപ്പൊ അത് ഏതാണെന്ന് നമുക്ക് നേരത്തെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, ഇന്നതായിരിക്കും വരുന്നുള്ളത്. വരുന്ന സമയത്ത് അയ്യോ മിസ് ഇത് പറഞ്ഞില്ലല്ലോ, ഞാൻ പഠിച്ചില്ലല്ലോ എന്ന് പറയരുത്. കാരണം എക്സ്പാൻഡഡ് ഫോംസ് എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഫ്രീക്വന്റ് ആയിട്ട് കാണുന്ന ഭാഗമാണ്. അത് നിങ്ങൾക്ക് പ്രത്യേകിച്ചും ചില കാര്യങ്ങൾ നമുക്ക് എളുപ്പമാണെന്ന് നിങ്ങൾ വായിക്കുമ്പോൾ അതെനിക്ക് കിട്ടുമായിരിക്കും എന്ന് വിചാരിക്കും. പക്ഷെ ഓപ്ഷൻ കാണുമ്പോൾ നമുക്ക് അവിടെ എന്ത് ചെയ്യും, ഒന്നും ഓർമ്മയില്ലല്ലോ ഇതിൽ ഏതാണ് എന്നൊരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ വ്യക്തമായിട്ട് പഠിച്ചില്ലെങ്കിൽ കൺഫ്യൂഷൻ വരും കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ മിസ് മൺഡേ ക്ലാസ് ഉണ്ടെങ്കിൽ വേറെ ടീച്ചേഴ്സിനാർക്കും പോർഷൻസ് ഒക്കെ കഴിയുകയാണെങ്കിൽ റിവിഷൻ തന്നെയായിരിക്കും കേട്ടോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ മൺഡേ നമ്മൾ റിവിഷൻ ആയിരിക്കും. അപ്പൊ 4 ചാപ്റ്റേഴ്സ് പറഞ്ഞിട്ടുണ്ട്, അത് പഠിച്ചിട്ട് വരാം കേട്ടോ. ഓക്കെ, താങ്ക് യു.